ഹലോ. ഫൈസലായ മോനെ, ഉറക്കത്തിലായിരുന്നോ? ഫൈസലാ? പേര് കണ്ടത് ഫൈസൽ എന്നാണല്ലോ. ഫൈസൽ എന്നല്ല, എന്റെ പേര് ഷാഹുൽ എന്നാണ്. ഷാഹുലാണ്. ഉറക്കത്തിലായിരുന്നോ ഷാഹുൽ മോനെ? ഉറക്കത്തിലൊന്നുമില്ല, ഞാനിങ്ങനെ നിങ്ങളെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. എക്സ് മുസ്ലിമാ അതോ മുസ്ലിമാ? നമ്മൾ സംസാരിക്കാൻ ഇപ്പൊ മുസ്ലിം ആണോ അല്ലെന്ന് അറിയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതുണ്ട്. നിങ്ങൾ ഏതായാലും ഇപ്പൊ മുസ്ലിം അല്ലല്ലോ. അതെ, എനിക്ക് അറിയണല്ലോ. അല്ല, എനിക്കങ്ങനെ അറിയേണ്ട ആവശ്യമില്ല. അല്ല, എനിക്കറിയണം, അതുകൊണ്ടല്ല ഞാൻ ചോദിച്ചത്, നിങ്ങൾ ചോദിച്ചിട്ടില്ലല്ലോ. അതാണ്, നിങ്ങൾ ബയാസ്ഡാണെങ്കിൽ നിങ്ങളോട് ഞാൻ പറയാം. പക്ഷെ അങ്ങനെ ഒരു പറഞ്ഞോളൂ, കണ്ടീഷൻ എന്നിട്ട് വെക്കുന്നത് ബാക്കിയുള്ള ശരിയാണോ? നിങ്ങളെ പോലത്തെ എനിക്കിത് ലിബറലിസ്റ്റ്. അറിയണം. നിങ്ങൾ ചോദിച്ച ഉത്തരം പറയാ, എന്നിട്ട് മുന്നോട്ട് പോവാ. അല്ല, അങ്ങനല്ല. നമ്മള് വിശ്വാസിയാണോ അല്ലേ? ഏഹ് വിശ്വാസിയാണോ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് എനിക്ക് പറയാനോട് പ്രശ്നം ഉണ്ടായിട്ടില്ല. അത് പ്രശ്നമുണ്ടോ എന്നുള്ളതല്ല, വിശ്വാസിയാണോ അല്ലേ? അല്ല, പറയുന്ന അത് വിശ്വാസം എന്ന് പറയുമ്പോൾ വിശ്വാസിയാണെന്ന് പറയാൻ ഇത്ര നാണെന്തിനാണ്? പോട്ടെ, ഇനി അടുത്ത പറയും, ബാക്കി നാണല്ല. നിങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ചോദിക്കണവരെ ഇത് വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള നമ്പറും അവരെ വിളിക്കാനുള്ള നമ്പറുമാണ്. അതിൽ നമ്മൾ വിളിക്കും, അപ്പൊ നമ്മൾ ചോദിക്കും. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ പാടില്ലേ? വിശ്വാസം ഇല്ലാത്തവർക്ക് വിളിക്കാൻ പാടില്ല. ഒന്നുകിൽ കാഫിർ അല്ലെങ്കിൽ മുഅ്മിൻ, ഇതിലേതെങ്കിലും ഒന്നായിരിക്കണം. അല്ലല്ല, നിങ്ങൾ കാഫിറാണോ മുഅ്മിനാണോ? നമ്മള് കാഫിർ മുഅ്മിൻ. നിങ്ങളോട് സംശയം, നിങ്ങൾ കാഫിറാണോ മുഅ്മിനാണോ ചോദിക്കേ, പറയുന്നത് ചോദിക്കുന്ന ഉത്തരം ഉണ്ടെങ്കിൽ പറയും. അല്ല, ഞാൻ പറയാം. പക്ഷെ നിങ്ങൾ എന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം. നിങ്ങൾ ഒരു കാര്യം ചോദിച്ചപ്പോൾ ഉത്തരം പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ അത് പറഞ്ഞാൽ നമുക്ക് അടുത്ത കാര്യം പറയാലോ, വെറുതെ സമയം കളയല്ലേ. ഇല്ലെങ്കിൽ വെച്ചിട്ട് പോകും. അങ്ങനല്ല, സമയം വെച്ചിട്ട് പോകല്ലേ നമ്മള്. അത് ശരിയല്ലല്ലോ. ശരിയായ നിലപാട്. നിങ്ങൾ കാര്യം പറയും. വിശ്വാസിയാണോ? നമ്മൾ വിശ്വാസിയാണോ അല്ലേ എന്ന് പറയുന്നതിന് മുമ്പ് എനിക്ക് അതിന്റെ മുഖവര പറയേണ്ടതുണ്ട്. മുഖവരയോ? എന്നാ പറയൂ. മുഖവര ഉണ്ട്. അതല്ല ലിബറലിസം എന്ന് പറഞ്ഞാൽ അതാണ്. ഫ്രീ തിങ്കിങ് എന്ന് പറഞ്ഞാൽ അതാണ്. ആയിക്കോട്ടെ, പറയൂ. അപ്പോ എനിക്ക് പറയാനുള്ളത്, ഒരാള് വിശ്വാസിയാണോ അല്ലേ എന്നുള്ളത് അയാൾക്ക് സ്വയം നിർണ്ണയിക്കാൻ പറ്റൂല. വിശ്വാസിയാണെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. എന്നതുകൊണ്ട് ഒരാൾ വിശ്വാസി ആയിക്കൊള്ളുന്നില്ല. വിശ്വാസം ഇല്ല എന്ന് പറയുന്നതിന് ഒരു വിശ്വാസം ഇല്ലാത്ത ആളായിക്കൊള്ളുന്നില്ല. നിങ്ങളുടെ വിശ്വാസം ഒന്നും അല്ല നിശ്ചയിക്കുന്നത്. നിങ്ങൾ അറ്റം വെട്ടിയിട്ടുണ്ടോ? ഏതാ? നിങ്ങൾ അറ്റം വെട്ടിയിട്ടുണ്ടോ? അറ്റം ഞാനല്ലല്ലോ വെട്ടുന്നത്. വെട്ടിയിട്ടുണ്ടോ ഇല്ലേ? വേറെ ആൾക്കാരല്ലേ വെട്ടുന്നത്. അതെ, വെട്ടിയിട്ടുണ്ടോ ഇല്ലേ? വെട്ടിയിട്ടുണ്ടോ ഇല്ലേ? നിങ്ങൾ അറ്റം വെട്ടിയിട്ടുണ്ടോ ഇല്ലേ? എനിക്ക് ഓർമ്മ വെച്ച് വരുന്ന സമയത്ത് വെട്ടിയിട്ടുണ്ട്. നിങ്ങൾ വിശ്വാസിയാണ്, നിങ്ങൾ മുസ്ലിം ആണ് ബൈ ബർത്ത്. ബാക്കി പറയും. നിങ്ങൾ കിടന്ന് മെഴുകാതെ കാര്യം പറയൂ. നമുക്കിതില്ലെങ്കിൽ അടുത്ത പണിക്ക് പോകണം. അതിന് നമുക്ക് സമയമില്ല. നമ്മൾ സെലിബ്രിറ്റി ആയതുകൊണ്ട് എനിക്ക് സമയം കുറവാണ്. നിങ്ങൾ വെറുതെ അനാവശ്യമായ കാര്യങ്ങൾക്ക് സമയമില്ല. നിങ്ങൾ കാര്യം പറയാണെങ്കിൽ ചോദ്യത്തിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയാ, ഇല്ലെങ്കിൽ കാര്യം പറയാം. നിങ്ങളെന്നാ ബാക്കി പറയൂ. നിങ്ങൾ ഒന്നിനും സമ്മതിക്കുന്നില്ല. ഓക്കെ, ഞാൻ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഞാൻ താഴ്ന്നു തന്നിട്ട് സംസാരിക്കുന്നു. പറയൂ. നിങ്ങളുടെ ലിബറലിസ്റ്റുകളുടെ സ്വഭാവം ഇതൊക്കെയാണ്. ഞാൻ കോളേജ് റെക്കോർഡഡ്. ഓക്കെ, അതിവിടെ നിങ്ങൾ ലൈവാണ്, സംസാരിച്ചോളൂ. ഓക്കെ, അപ്പൊ ലിബറലിസ്റ്റുകളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇതുപോലെ അല്ല ആവേണ്ടത്. ആയിക്കോട്ടെ, വിശ്വാസികളുടെ സ്വഭാവത്തിനേക്കാൾ കാര്യം പറയൂ സുഹൃത്തെ. അപ്പൊ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഏകദേശം നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ ബുദ്ധി ഏത് രൂപത്തിലാണ് വർക്ക് ചെയ്യുന്നുള്ളത് എന്റെ ഒരു അറിവ് വെച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കേട്ടാ? അപ്പോ നിങ്ങള് പലപ്പോഴും, എനിക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം, എനിക്ക് എന്റെ വിശ്വാസം കൊണ്ട് നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. എന്തോ ആവട്ടെ. അതല്ല, നിങ്ങൾ കാര്യം പറയുമ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട്, വളരെ ചെറിയ കാര്യമല്ല. അല്ലല്ല, നിങ്ങൾ ലോജിക്കൽ ഫാലസി ഉപയോഗിച്ചിട്ട് കളഞ്ഞിട്ട് അവരെ സംസാരിപ്പിക്കാതെ ആക്കുക എന്നുള്ളതാണ് നിങ്ങളെ മെയിൻ പരിപാടി. എന്തൊരു കഷ്ടമാണ് എന്റെ പൊന്നു സുഹൃത്തേ. നിങ്ങൾ പറഞ്ഞ തെറ്റ് പറഞ്ഞാണ്. ബാക്കി പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞാൽ എന്തെല്ലാം തെറ്റുണ്ട്? എന്നാ ഒരെണ്ണം പറയും. ഞാൻ അതിൽ കയറി പഠിച്ചില്ല, ഞാനതൊക്കെ വിട്ടെന്നല്ലേ സംസാരിക്കുന്നത്. തെറ്റ് പറയൂ, അല്ലെങ്കിൽ ബാക്കി നിങ്ങൾ പറഞ്ഞത് മുഴുവൻ തെറ്റാണ്. കാരണം അറ്റം വെട്ടിക്കഴിഞ്ഞാൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ അതന്നെ ഏറ്റവും വലിയ വെട്ടിത്തല്ലേ. അങ്ങനെയാണല്ലോ ഇവിടെ. അല്ലല്ലോ, ഫിലിപ്പീൻസിൽ ഫിലിപ്പീൻസിൽ എല്ലാ ക്രിസ്ത്യൻ വിശ്വാസി അല്ല, ഒരു ക്രിസ്ത്യൻ വിശ്വാസികൾ ലിബറലിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് പിന്നത്തെ കാര്യമല്ലേ. നിങ്ങൾ ജനിക്കുമ്പോ ജന്മന ബൈ ബർത്ത് വരെ മുസ്ലിം. ഒരു മിനിറ്റ്, എന്റെ അറ്റം പോയി, അതല്ലേ എന്റെ വിഷമം ഇപ്പോഴും മാറിയിട്ടില്ല. പേരില് നമ്മളിപ്പോ ഞാനിപ്പോ ഇവിടെ സമാധാനിക്കും. നമ്മളിപ്പോ ഈ പഹൽഗാമിൽ കറങ്ങി നടക്കുമായിരുന്നു എന്ന് വിചാരിക്കാം. അന്ന് ആ ഭീകരവാദികൾ അവിടെ വന്ന് നിന്ന് നോക്കുമ്പോ, ഞാൻ അവിടെ എക്സ് മുസ്ലിം ആണെന്ന് പറഞ്ഞാൽ അവര് മുണ്ട് പൊക്കി നോക്കുമ്പോ എന്റെ അറ്റം ഉണ്ടാവില്ല. അവരെന്നെ വെറുതെ വിടും, അത്രേ ഉള്ളൂ.
അവരത്രേ വിടുള്ളൂ. അതാണ് അവിടെ സംഭവിക്കുക. അപ്പൊ നിങ്ങൾ കാര്യം പറയും, ബാക്കി പറയും. അപ്പൊ അതന്നെയാണ് കാര്യം പറയാൻ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് മാത്രം ഒരു അതോറിറ്റി, നമുക്കൊന്നും അതോറിറ്റി സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്റെ പേര് ഷാഹുൽ എന്നാണ്, എന്റെ സ്ഥലം പാടൂരാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളതൊന്നുമില്ല, എനിക്ക് ചോദിക്കാനുള്ളതൊന്നുമില്ല. അതായത് നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ നിങ്ങൾ നബി ഇങ്ങനെ അടിമ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു, മറ്റേ അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? അതായത് ഹിന്ദു മതത്തിലും ബുദ്ധമതത്തിലും ഇസ്ലാം മതത്തിലും പ്രാചീനരായിട്ടുള്ള എല്ലാ ആളുകളും അടിമ സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. അതെനിക്കറിയോ? ഇല്ല, ഞാൻ മുസ്ലിമാണ്. ഇസ്ലാമിലെ കാര്യം എനിക്കറിയൂ. അല്ല, ഇസ്ലാമിലെ കാര്യം മാത്രം പഠിച്ചാൽ പോരല്ലോ. നമ്മൾ അല്ലല്ലോ, അങ്ങനെയല്ലോ, അങ്ങനെയല്ലോ. തൽക്കാലം അത് പഠിച്ചാൽ മതി. നിങ്ങൾ കാര്യം പറയും. നിങ്ങൾ അത് മാത്രല്ല, തർക്കിക്കാൻ മാത്രമേ പഠിച്ചുള്ളൂ. ഇസ്ലാമിലെ കാര്യം പറയുന്ന എന്നാ പിന്നെ ഓക്കെ, സമ്മതിച്ചു. അപ്പൊ നിങ്ങൾക്ക് ബുദ്ധമതത്തിലും ഹിന്ദു മതത്തിലും ഒന്നും ഇങ്ങനെ അടിമ സ്ത്രീകൾ ഉപയോഗിച്ചിരുന്നു നിങ്ങൾക്ക് അറിയില്ലല്ലേ? പ്രാചീന മതങ്ങളിലും പ്രാചീന സംസ്കാരങ്ങളിൽ അത് ഉപയോഗിക്കപ്പെട്ടിരുന്നു നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ മുഹമ്മദ് നബി അതേപോലെ മുഹമ്മദ് നബി അടിമയെ പൂശിയിരുന്നു. അങ്ങനെ പൂശിയിരുന്ന വിഷയമല്ല പറഞ്ഞത്, അത് നിങ്ങൾക്ക് അറിയുമല്ലോ. ചോദിച്ചതിന് മറുപടി പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ബുദ്ധമതത്തിൽ അടിമയെ പൂശിയിരുന്ന പോലെ മുഹമ്മദ് നബി പൂശിയിരുന്നു എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഓക്കെ, എനിക്ക് ഞാൻ പറയുന്നത് അല്ല. എന്താ പ്രശ്നം അറിയോ? നിങ്ങൾ ആരിഫ് ഭായി, നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സെലിബ്രിറ്റി ആവണം, മനസ്സിലായില്ല? അല്ലാതെ മാന്യമായിട്ട് സംസാരിക്കുക എന്നുള്ളത് നിങ്ങളെ പോലത്തെ ആളുകളെ കൊണ്ട്. നിങ്ങൾ തന്നെ പറഞ്ഞ അടിമയെ പൂശിയിരുന്നു മറ്റു മതങ്ങളിൽ. അടിമയെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചത്, ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലോ. അത് നിങ്ങൾ ഞാൻ ചോദ്യത്തിന് മറുപടി ഇല്ല നിങ്ങൾക്ക്. അതായത് ഞാൻ ചോദിച്ചത്, ഞാൻ കഴിഞ്ഞു പോയ പ്രാചീന സംസ്കാരങ്ങൾ, അതായത് ഒരു 100 കൊല്ലം മുന്നെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടിമ സമ്പ്രദായം പല രാജ്യങ്ങളും നിലനിന്നിരുന്നു. അത് നിങ്ങൾക്കറിയോ? അതേപോലെ മുഹമ്മദ് നബിയുടെ നാട്ടിലും ഉണ്ടായിരുന്നു. അതാണോ പറഞ്ഞു വരുന്നത്? അതിലേക്ക് നിങ്ങൾ എന്തിനാ ചാടണം? അല്ല, ഇതെന്താ പറഞ്ഞു? നിങ്ങളെ മെയിൻ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചോദ്യം ചോദിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്നവരെ ട്രിഗർ ചെയ്യാന്നുള്ള ഒരു തന്ത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എന്നെ ട്രിഗർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റൂല. കാരണം നിങ്ങൾക്ക് ഇല്ലല്ല, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല. ശരി, ആയിക്കോട്ടെ. ഒന്നും പഠിച്ചിട്ടില്ല. നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഇസ്ലാമിൽ വ്യവസ്ഥ. ഇനി അടുത്തത് പോരട്ടെ. അടുത്തല്ലേ തന്നെ പറയണല്ലോ. നിങ്ങൾ അടുത്ത് പറഞ്ഞ അടുത്തല്ലോ, ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടല്ലോ. അതായത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇസ്ലാമല്ല, ഇസ്ലാമിനെ പറ്റി ഒന്നും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ പഠിച്ചിട്ടുള്ള വഹാബിസമാണ്. മനസ്സിലായില്ലേ? വഹാബിസമാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. വഹാബിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിന്റെ ഒരു യുക്തിവാദ വേർഷനാണ്. ഇതാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ എക്സ് മുസ്ലിം ആയതും. ഒരു വ്യത്യാസം പറഞ്ഞ ഈ വഹാബിസവും ഇസ്ലാമും തമ്മിൽ. വഹാബിസം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ പൊളിറ്റിക്കലി, എക്കണോമിക്കലി, കൾച്ചറലി മാത്രം കാണുന്ന ഒരു എന്തെന്ന് പറയാ ഒരു വിഡിത്ത സമ്പ്രദായമാണ് ഈ വഹാബിസം കൊണ്ട്. എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിൽ ഖുർആനിൽ മുഴുവൻ ശാസ്ത്രമാണ്, ഇസ്ലാമിൽ മുഴുവൻ ശാസ്ത്രമാണ്. ഇസ്ലാമിലല്ല, ഖുർആനിൽ തന്നെ അശാസ്ത്രീയമായ ഒരുപാട് ആയത്തുകളുണ്ട്. അറിയോ നിങ്ങൾക്ക്? നിങ്ങൾ ശാസ്ത്രം പറയാൻ ഖുർആനിൽ ഇസ്ലാമിലെ അശാസ്ത്രീയമായ ഒരു കാര്യം പറഞ്ഞ ഉദാഹരണം, വലഖദ് സയ്യന്ന സമാഅ അദ്ദുനിയ ബിമസാബിഹ വജഅൽനാഹ റജൂമൻ ലിശയാതീൻ. എന്താ അതിന്റെ അർത്ഥം? നമ്മള് നക്ഷത്രങ്ങൾ പെറുക്കി പിശാചിനെ എറിയുന്നു. അല്ലടോ, ചൊവ്വനെ പഠിക്ക്. അതായത് വലഖദ്, ഇത് അൽ-കഹ്ഫ് സൂറത്തിൽ താഴ്ത്തുന്നു, വലഖദ് സയ്യന്ന സമാഅ അദ്ദുനിയ ബിമസാബിഹ വജഅൽനാഹ റജൂമൻ ലിശയാതീൻ. അതായത് അള്ളാഹു പറയുന്ന ഖുർആനില്, അതായത് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന അള്ളാഹു എന്ന് പറയുന്ന അള്ളാഹു ഇറക്കിയ ഖുർആനിൽ മുസ്ലിങ്ങൾ പറയുന്ന ഒരു ആയത്തിന്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത്. എന്താണത്? മനസ്സിലായില്ലേ? അത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ആകാശത്തിനെ ഒരുപാട് വിളക്കുകളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഓക്കെ, അതിലെ വജാൽനാഹ, ഞാൻ പിന്നെ അതിനെ ആക്കി റുജൂമൽ ലിശയാത്തീൻ, ശൈത്താൻ എറിയുന്ന ഒരു സംവിധാനമാക്കി മാറ്റി. അതായത് അവിടെ മെറ്റിയോർസ് ഉണ്ടല്ലോ, അതിന് അല്ല പറയുമ്പോ ശരിക്കും പറഞ്ഞ, അല്ലാണ്ട് നിങ്ങൾ പറയുമ്പോ എന്തെങ്കിലും അർത്ഥം പറഞ്ഞ പോലെ. നിങ്ങൾ വലിയ പഠിച്ചുള്ള പണ്ഡിതനാണല്ലോ, എന്നിട്ട് നിങ്ങൾ എക്സ് മുസ്ലിം ആയത്, എല്ലാം പഠിച്ച് തേഞ്ചൽ എക്സ് മുസ്ലിം ആയത് എന്നാണ് പറയുന്നത്. അശാസ്ത്രീയമായ കാര്യം തന്നെ പറയുന്നത്. അശാസ്ത്രീയമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മെറ്റിയോർസ് എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും ഒരു നക്ഷത്രമേ അല്ല. അത് ഭൗമാന്തരീക്ഷത്തിൽ കടന്നു പോകുന്ന പാറ കത്തിയെരിയുമ്പോ ഉണ്ടാകുമ്പോ വെളിച്ചം മാത്രമാണ് നമ്മൾ കാണുന്നത്, അല്ലെ? അപ്പൊ അത് അശാസ്ത്രീയമാണ്. അല്ലെ, അശാസ്ത്രീയമാണ്. അപ്പൊ അശാസ്ത്രീയമാകുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ലൈവാണല്ലോ അല്ലെ? ലൈവ് ഇടണോട്ടാ, കേൾക്കാൻ വേണ്ടി. അപ്പൊ അശാസ്ത്രീയമാണ്. അല്ല, വെയിറ്റ്,
മിസ്റ്റർ ആരിഫ്, ഡോൺ ജാം. നിങ്ങൾ തോക്കിനുള്ളിൽ കയറി വെടിവെച്ചൊന്നും കാര്യമൊന്നുമില്ല. ഓക്കെ, ഉസ്താദ് പറയണത് നല്ലോണം കേട്ട് പഠിച്ചോ. ഇസ്ലാം എന്താന്ന് ഞാൻ പഠിച്ചുതരാം. കേൾക്കും, തീർച്ചയായും അതന്നെ നടക്കുള്ളൂ ഇവിടെ. കാരണം നിങ്ങൾ ഈ ചോട്ടാപ്പി കുറെ ആൾക്കാരെ പിടിച്ചോർന്നിട്ടേ കുറെ ഡയലോഗ് അടിച്ചിട്ട് അവരെ കുത്തിരുത്തൽ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. പണിയൊന്നുമില്ലല്ലോ, നിങ്ങൾ തന്നെയല്ലേ പൊളിക്കണേ. ഇല്ല, നിങ്ങൾക്ക് പണിയില്ലാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാനൊന്നും ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാല് നിൽക്ക്, നിങ്ങൾ വെയിറ്റ് ചെയ്യും. അപ്പോ ഇത് അശാസ്ത്രീയമായത്, അതുപോലെ ഒരുപാട് അശാസ്ത്രീയമായ ഇനി ഖുർആനിൽ പറയണം പത്തറസമാവാത്തി വല്ലർന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്താണ് പത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പരത്തി. ആകാശഭൂമികളെ പരത്തി. ആകാശഭൂമി ഉരുണ്ടിട്ടുള്ളത്. ആകാശം എന്ന് പറയുന്ന സാധനം തന്നെയല്ല, അത് നമ്മുടെ കാഴ്ചയുടെ പരിധിയാണ്. മനസ്സിലായില്ല? അത് ഇസ്ലാമിക് കോസ്മോളജിയിൽ അവർ പറയുന്നുണ്ട് ആകാശം ഉണ്ടെന്ന്. പക്ഷെ ആകാശം എന്ന് പറയുന്ന ഒരു സാധനം ശാസ്ത്രീയമായിട്ട് നിങ്ങൾക്ക് എവിടെയും കാണിച്ചു തരാൻ പറ്റില്ല. പ്രകാരം ഭൂമി പരന്നിട്ടാണ്. ഭൂമി പരന്നിട്ടാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. പരന്നിട്ട് ഉരുണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ ശരിക്കും ഭൂമി ഉരുണ്ടിട്ടാണ്. അതായത് ശരിക്കും ഉരുണ്ടിട്ടാണോ പരന്നിട്ടാണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഖുർആൻ ഒരു മിനിറ്റ്, ശാസ്ത്രം പറയാൻ വന്ന ഗ്രന്ഥവുമല്ല. ഖുർആൻ മനുഷ്യനോട് സംസാരിച്ചിട്ടുള്ളത് അവന് ദൃശ്യമായി അനുഭവപ്പെടുന്ന എന്താണോ ആ രീതിയിലാണ് ഖുർആൻ സംസാരിച്ചിട്ടുള്ളത്. ഖുർആന്റെ ലക്ഷ്യം ഒരിക്കലും, അതായത് അൾട്ടിമേറ്റ് ട്രൂത്ത് ഉണ്ട്, റിലേറ്റീവ് ട്രൂത്ത് ഉണ്ട്. മനസ്സിലായില്ല? റിലേറ്റീവ് ട്രൂത്തിനെ പറ്റി മാത്രമാണ് ഖുർആനിലും മറ്റുള്ള വേദഗ്രന്ഥങ്ങളിലൊക്കെ സംസാരിക്കുന്നത്. അതിന്റെ ലക്ഷ്യം അത്രയേ ഉള്ളൂ. അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ. ഒരു സംശയം, ഈ ആഴക്കടൽ ആയത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആഴക്കടലിനകത്ത് MM അക്ബർ പറഞ്ഞ ഭൂലോക മണ്ടത്തരമാണ്. നിങ്ങൾ അതാ പഠിച്ചിട്ടുള്ളത്. മനസ്സിലായില്ല? ആഴക്കടലിൽ അല്ലല്ല, ജബ്ബാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിവാദി ഉണ്ടല്ലോ, അയാള് പറഞ്ഞതാ ശരി. ആരാണ് ജബ്ബാർ എന്ന് പറഞ്ഞ വ്യക്തിവാദിനായിട്ട് MM അക്ബർ സംസാരിച്ചല്ലോ. അതിൽ MM അക്ബർ പറഞ്ഞത് ഭൂലോക മണ്ടത്തരമാണ്. അയാള് യുക്തിവാദിയായിട്ട് കാര്യമില്ല, അയാൾക്ക് വിവരമില്ലാത്തതുകൊണ്ട് അയാൾ തോറ്റതായിട്ട് ഇവിടുത്തെ ആൾക്കാരെ കൂടി പ്രഖ്യാപിച്ചാണ്. ഞാൻ പറഞ്ഞു തരട്ടെ, ജബ്ബാർ മാഷി ജയിച്ചതല്ല, അവിടെ ജയിക്കാനും തോൽക്കാനും ഇല്ല. കാരണം എന്താ അറിയോ? ഈ ചർച്ച തന്നെ പൊളിവാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് ഞാൻ ചോദിക്കട്ടെ, ഖുർആനിൽ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയാ? അവിടുത്തെ ടെക്നിക്കൽ പ്രോബ്ലം എന്താ അറിയോ നിങ്ങൾക്ക്? അതായത് ശരിക്കും പറഞ്ഞ MM അക്ബർ നബിയെയും ഖുർആനെയും ശരിക്കും പറഞ്ഞ അസത്യപ്പെടുത്തിയത്. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ MM അക്ബർ തെളിയിക്കാൻ വന്നത്? അതായത് അന്ന് ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിക്കാത്തതും അന്നത്തെ അറബികൾക്ക് അറിവില്ലാത്തതുമായ ഒരു കാര്യം പിന്നീട് ശാസ്ത്രം തെളിയിച്ചപ്പോ ഖുർആൻ സത്യമാണെന്ന് കണ്ടറിഞ്ഞു എന്നുള്ളതാണ് തെളിയിച്ചത്. അതാണ്. അതാവുമ്പോ എന്താ പ്രശ്നം വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഖുർആനിൽ പറഞ്ഞ കാര്യത്തിന്റെ പൊരുളിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതുപോലെ തന്നെ അന്നത്തെ അറബികളായിരുന്ന സഹാബികൾക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അത് ഇപ്പോഴാണ് എന്താണെന്ന് തെളിഞ്ഞെന്ന് വരും, ഇല്ലേ? അതായത് ഖുർആൻ ഇറങ്ങിയത് ആരാണോ അവർക്ക് അതൊന്നും അറിയാത്ത കഥ പിന്നീട് വരുന്ന ഒരാള് ശാസ്ത്രം കണ്ടുപിടിച്ച് വരികയാണ്. അപ്പൊ വേറൊരു ചോദ്യം കൂടി ചോദിക്കാണ്. അല്ല, അതിലൊരു കാര്യം കൂടി ഇല്ലേ? അതായത് ഇതിപ്പോ ഒരു ഉപമ എന്ന് പറഞ്ഞിട്ടല്ലേ പറയുന്നത്? എന്തുപമ? ഞാൻ ചോദിക്കട്ടെ, ഈ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു മിനിറ്റ്, ഈ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഇതിന്റെ തൊട്ട് മുകളിലുള്ള ആയത്തിൽ പറയുന്നത് എന്താണ്? മരുഭൂമിയിലെ മരീചിക പോലെ, അല്ലെങ്കിൽ കടലിലെ ഇരുട്ട് പോലെ, ആഴക്കടലിലെ ഇരുട്ട് പോലെ, ഇങ്ങനെ പറയുമ്പോ ഈ ഉപമ എന്ന് പറയുമ്പോ ഒരു സെക്കൻഡ് ഉപമ എന്ന് പറയുമ്പോ അതിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. അതായത് നമ്മളിപ്പോ ഒരു സാധനത്തെ ഉപമിക്കുമ്പോ ആ സാധനം രണ്ടും നമുക്ക് അറിയണം. അറിയാത്തൊരു സാധനം വെച്ച് നമ്മൾ ഉപമിക്കുവോ? ഇല്ല. അപ്പൊ അള്ളാഹു ഒരു സാധനത്തെ വെച്ച് ഉപമിക്കുന്ന, അല്ലെങ്കിൽ മുഹമ്മദ് നബി ഉപമിച്ച് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുമ്പോ ആ സാധനത്തെ കുറിച്ച് മുഹമ്മദ് നബിക്ക് അറിയില്ല എന്ന് കൂടിയല്ലേ MM അക്ബർ അവിടെ തെളിയിച്ചത്? ഞാൻ പറഞ്ഞുതരാം. ഇതിനൊരു വിഷയം വേറെ എന്താണെന്നറിയോ? അതായത് ഈ പറഞ്ഞ ഈ ആഴക്കടലിന്റെ അകത്ത് ഇരുട്ടാണെന്ന് ഖുർആൻ ശാസ്ത്രീയമായി പറഞ്ഞു എന്നല്ലേ ഇപ്പൊ ഇയാൾ പറഞ്ഞത്? ഈ ഖുർആന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പ് ആഴക്കടലിന്റെ ഉള്ളിൽ വെളിച്ചം അതിൽ വിശ്വസിച്ചിരുന്നു? അല്ല, ഞാൻ ചോദിക്കുന്നു. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അടിക്കാൻ പാകത്തിൽ വടി ഉണ്ടാക്കി തന്നിട്ടുണ്ട് കുറെ വഹാബികള്. മനസ്സിലായില്ലേ? ഈ വഹാബികള് കുറെ അവര് നിങ്ങളെ അതായത് ഇസ്ലാമിനെ അടിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിമർശിക്കാനും പാകത്തിൽ പറ്റിയ നീളത്തിലും വണ്ണത്തിലും നോക്കിയുള്ള വടികൾ നിങ്ങൾക്ക് എറിഞ്ഞത്. നിങ്ങൾ ഇത് പഠിച്ചിട്ട് വിചാരിച്ചിട്ടില്ല നിങ്ങളെന്തോ അറബിക് പണ്ഡിതനാണ്, നിങ്ങളെന്തോ ഇസ്ലാമിക് പണ്ഡിതനാണെന്നൊക്കെ നിങ്ങൾ സ്വയം തെറ്റിദ്ധരിച്ചു. സത്യത്തിൽ നിങ്ങൾക്ക് ഇസ്ലാമും അറിയില്ല, യുക്തിവാദവും അറിയില്ല. അതുകൊണ്ടാണ് ഞാനത് ചോദിക്കണേ. ഞാൻ നിങ്ങളെ വിളിക്കലോ കുറെ കാലായി. ഒന്നുമില്ല പാമ്പ് ചാണല് വടി ഒടിയണമെന്നാണ്, ഒന്നുമില്ല ഇങ്ങനെ നന്നാണ്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ വരണം നാളെ. ഇതേ നടക്കുള്ളൂ. ഇപ്പൊ ഏതായാലും ഞാൻ തിരിച്ചു വിളിച്ചപ്പോ നിങ്ങൾക്ക് സന്തോഷമായില്ലേ?
തിരിച്ചെന്ത് വിളിച്ചപ്പോ എതിൽ വിളിച്ചപ്പോ നിങ്ങൾ ഈ പറയുന്ന ഈ ഉമ്മാക്കി വിമർശനം ഉണ്ടല്ലോ, ഇതിനൊന്നും വാലും തുമ്പില്ല. സത്യം അല്ല, എപ്പ പൊളിഞ്ഞതല്ല, വെളിവും വെള്ളിയാഴ്ച അല്ലാത്ത ആൾക്കാർ, കുറെ ആൾക്കാർ ഇത് കേട്ടിട്ട് ലൈക്ക് അടിക്കാനും ഇതടിക്കാനും. എനിക്കിത് ചോദിക്കാനുള്ളതൊന്നല്ല. ഇനി വേറൊരു കാര്യം നിങ്ങളോട് മാന്യമായി ചോദിക്കാനുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇസ്ലാമിലുള്ളതിനേക്കാൾ കൂടുതൽ അന്ധവിശ്വാസങ്ങൾ മറ്റു മതങ്ങളിൽ സ്വാഭാവികമാണ്. കാരണം എന്താ അറിയോ, അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്ന സാധനം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാം വന്നിട്ടുള്ളത് മറ്റു മതങ്ങളെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി മോഡേൺ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ മറ്റ് അന്നത്തെ കാലത്ത് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നീങ്ങിയിട്ടുണ്ടാവും. ഇസ്ലാം ഇന്നാണ് അറിഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയുന്ന അന്ധവിശ്വാസം ഇപ്പോഴും അതിനേക്കാളും കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ കാലോചിതമായ അന്ധവിശ്വാസക്കുറവ് ഇസ്ലാമിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതേസമയം വിഭാഗം ഇതിപ്പോ അല്ല, വിഭാഗം ഞാനേ വഹാബി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഞാനൊരു വഹാബി അല്ലാതെ മാത്രമല്ല, ഞാൻ ഇന്നും അന്വേഷണം നടത്തുന്ന ഒരു അന്വേഷിയാണ്. മനസ്സിലായോ? അന്വേഷിയാണ്. പക്ഷെ നിങ്ങളുടെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ നടത്തുന്നത് വെറും പൊറോട്ട നാടകമാണ്. അതല്ല നിങ്ങളെ പോലത്തെ അത് എന്തോ ആവട്ടെ, ഇനിയിപ്പോ അതിലൊന്നും പിടിച്ച് കയറിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. അങ്ങനെ നമുക്ക് ഭാഷയിലോ എന്റെ മിസ്റ്റർ ആരിഫ്, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പിടിച്ചത് ഇതൊക്കെ ചെറിയ കാര്യമാണ്. തീർച്ചയായിട്ടും നിൽക്കട്ടെ, എല്ലാവരും നിൽക്കട്ടെ. നമുക്ക് മാന്യത വേണമല്ലോ. ഓക്കെ, മാന്യത വേണമല്ലോ നമുക്ക്. ഈ ഇസ്ലാമിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ അന്ധവിശ്വാസവും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളും, ശ്രീകൃഷ്ണന്റെ കാര്യത്തിൽ പോലും ബുദ്ധന്റെ കാര്യത്തിൽ പോലും അതിന്റെ അപ്പുറത്തേക്കുള്ള ആൾക്കാരുടെ അടുത്ത് പോലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാമില്ലേ? അതിനൊന്നും വലിച്ചിട്ടിട്ട് നിങ്ങൾ ചർവണം ചെയ്യുന്നില്ലല്ലോ. കാരണം അത് ചെയ്താൽ നിങ്ങൾക്ക് മാർക്കറ്റ് കുറയും. ഒരു ചോദ്യം, ഈ ഇപ്പൊ മുഹമ്മദ് നബീനെയൊക്കെ നമ്മൾ ഇതുപോലെ വിമർശിക്കാൻ കാരണം എന്താണെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അതായത് ഈ ഉത്തമ മാതൃക, എന്താണ് ഉസ്വത്തുൻ ഹസന എന്ന് പറയുന്ന ഒരു സാധനം അവിടെ വരുന്നോണ്ടാണ്. ഇപ്പൊ ശ്രീകൃഷ്ണൻ ഇരുന്ന് അപ്പിട്ട മാതിരി ഇടണമെന്ന് ആരോടും പറയില്ലല്ലോ. ഇല്ല. പക്ഷെ മുഹമ്മദ് നബി ഇരുന്ന് അപ്പിടണ മാതിരി ഇടണമെന്നല്ലേ നമ്മളോട് പറഞ്ഞിരിക്കണേ? ശ്രീകൃഷ്ണൻ പറഞ്ഞ പോലെ അപ്പിടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളാരെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായും. എവിടെ പറഞ്ഞിരിക്കണേ? കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു, ഞാൻ പറഞ്ഞില്ല, മതങ്ങൾ എന്ന് പറഞ്ഞ ഏതൊരു മതമെടുത്ത് നോക്കിയാലും ഇതൊക്കെ പ്രശ്നങ്ങൾ പഠിക്കേണ്ടവർക്കും പഠിച്ചിട്ടില്ല. ശ്രീകൃഷ്ണൻ ഒരു ഗുരുവായിരുന്നു. ശ്രീകൃഷ്ണൻ ഒരു ഗുരുവായിരുന്ന കാലത്ത് ആ ഗുരുവിനെ അതായത് ഞാൻ പറയുന്നത് ഇങ്ങനെ ആവണം എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങള്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. ഈ സംവിധാനങ്ങളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതൊക്കെ ഗുരു ശിഷ്യ ബന്ധങ്ങളാണ്. അത് ബുദ്ധനായാലും ശരി, ശ്രീകൃഷ്ണനായാലും ശരി, യേശു ആയാലും ശരി, ഇതൊക്കെ ഗുരു ശിഷ്യ ബന്ധങ്ങളാണ്. ഈ ഗുരു ശിഷ്യ ബന്ധത്തിലുള്ള നിയമം എന്താണെന്നറിയോ? ഒരു ഗുരുവിനെ നിങ്ങൾ പിന്തുടർന്നാൽ ആണ് നിങ്ങൾക്ക് ആത്മജ്ഞാനം കിട്ടുള്ളൂ. അപ്പൊ ആ ആത്മജ്ഞാനം കിട്ടണമെങ്കിൽ ആ ഗുരുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഇത്തിബാ ചെയ്യണം. അതല്ലെങ്കിൽ അനുകരിക്കണം. എങ്ങനെയൊക്കെ അനുകരിക്കണം, എങ്ങനെയൊക്കെ അനുകരിക്കാൻ പറ്റും അങ്ങനെയൊക്കെ അനുകരിക്കണം എന്നാണ് ഗുരു ശിഷ്യ ബന്ധത്തിൽ അതിലത്തെ നിയമം. ആ നിയമം അനുസരിച്ചിട്ട് നിങ്ങൾ ശ്രീകൃഷ്ണ ഭക്തനാണെങ്കിൽ, ശ്രീകൃഷ്ണനെ അനുസരിച്ച് ജീവിക്കുന്ന ആൾ, ശ്രീകൃഷ്ണന്റെ എല്ലാ ചെയ്തികളും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് നിയമമുണ്ട്. ആരെ പറഞ്ഞില്ല? ഇന്നിപ്പോ ജീവിക്കണ ഹിന്ദുവിന് ഇന്ന് ജീവിക്കണവരെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇന്നിപ്പോ ജീവിക്കണ ഞാൻ പറഞ്ഞിട്ട് ഒരു 3000 കൊല്ലം കഴിഞ്ഞ് ഈ ലോകം അവസാനിച്ചില്ല എന്ന് കൂട്ടിക്കോ. അന്ന് ഈ ഹദീസുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കാര്യങ്ങളിൽ ഇനിയും പറയുന്നത് നഷ്ടപ്പെടും. അന്ന് ഇപ്പൊ ചിലപ്പോൾ നിസ്കാരം തന്നെ ഉണ്ടാവില്ല. എന്താ കാരണം? ഫോളോ ചെയ്യാൻ പറ്റില്ല. ആൾക്കാരായിരിക്കും കൂടുതൽ. അതാണ്, നിങ്ങളെ പോലത്തെ ആൾക്കാരുണ്ടാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അന്തം കുന്തല്ലാണ്ട് കുറെ ആൾക്കാരുണ്ടാവും വേറെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ല, അതുകൊണ്ട് പറയുമ്പോ തിരിച്ചും പറയും. കാരണം നിങ്ങൾ സെലിബ്രിറ്റിയാണ് നിങ്ങളെ കയ്യിൽ മടക്കിയിട്ട് അവിടെ വെച്ചാൽ 4 എനിക്കത് വിഷയമല്ല. കഴിഞ്ഞു, നിങ്ങൾ അടിയറവ് പറഞ്ഞു കഴിഞ്ഞു. അല്ല, അടിയറൊന്നും ഞാൻ പറഞ്ഞ ഈ അടിയറവ് എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ ആദ്യം ശ്രമിച്ചത് എന്താണെന്നറിയോ? നിങ്ങളെ സാധാരണ ഒരു തരം ഒന്നുമില്ല, നമ്മൾ സാധാരണ ഒരു ചോദ്യം ഇവിടെ വരുന്ന ആളോട് ഇൻട്രൊഡക്ഷനിൽ ചോദിക്കണം. നിങ്ങൾ ചോദിച്ചതൊന്നും ഇവിടെ പിടുത്തം കിട്ടിയില്ല. നിങ്ങൾക്ക് കിട്ടും. എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്താ സാധനം എന്നുള്ളത്. നിങ്ങൾ പിടുത്തം വിട്ടൊരു വിശ്വാസിയാണ്. പിടുത്തം വിട്ട വിശ്വാസിയല്ല, വിശ്വാസം ഒന്നേ ഉള്ളൂ. അതെ, ആത്മീയത എന്നുള്ള സാധനമുണ്ട്. മനസ്സിലായില്ലേ? ഇതിനെ എന്ന് ജനങ്ങൾ എടുത്ത് മതമാക്കി കച്ചവടം തുടങ്ങിയോ അന്ന് മുതൽ നിങ്ങൾക്കൊക്കെ മാർക്കറ്റായി. അതാണ് മനസ്സിലായില്ല? അതാണ് സംഭവം. ആത്മീയത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ സ്വകാര്യതയിൽ സ്വകാര്യമായിട്ട് അവന് പ്രാക്ടീസ് ചെയ്യാനുള്ളതും അവന്റെ സ്വത്വത്തെ ഒരു സംശയം. അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ അബ്ദുള്ള അബ്ബാസിൽ നടത്തിയ ഒരു പരിപാടിയെ കുറിച്ച് നിങ്ങൾ കേട്ടിരുന്നോ? എന്താണ് പറഞ്ഞാൽ മനസ്സിലാവും? ഞാൻ കേട്ടിട്ടില്ല. അതായത് നമ്മൾ ഏതൊരു കുസാറ്റ് ഏതൊരു എഞ്ചിനീയറിംഗ് കോളേജ് ഭാഗത്ത് പോയിട്ട് ഒരു ക്ലാസ് നടത്തിയപ്പോൾ അവിടെ സ്ത്രീകളെയും പുരുഷന്മാരെയും മറ കെട്ടിയിരുത്തുന്ന ഒരു പരിപാടി, അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഈ സ്ത്രീയും പുരുഷനെ ഇങ്ങനെ രണ്ടായി ഇരുത്തുന്നത് ശരിയാണോ?
സ്ത്രീയെയും പുരുഷനെയും മറകെട്ടിയിരുത്തേണ്ട ആവശ്യം ഇന്ത്യയുടെ സാഹചര്യത്തിലില്ല. അത് ഇന്ത്യൻ ഇസ്ലാമിൽ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഇസ്ലാമോ? അങ്ങനെ ഇസ്ലാമില്ല. ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അതായത് അതാണ് നിങ്ങൾ മനസ്സിലാക്കി ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ അവിടെയാണ്. അതായത് ഇസ്ലാം ഓരോ രാജ്യത്ത് നിന്നിട്ടും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല യഥാർത്ഥത്തിൽ. ഇന്ന് ഈ വഹാബികളാണ് സൗദിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഇസ്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ് സൗദി സ്റ്റൈലിൽ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വർഗീയത ഉണ്ടായതും. അതേസമയം ഇവിടെ അജ്മീർ ഖാജ വന്നപ്പോഴ് ഈ അജ്മീർ ഖാജ ഇസ്ലാമിനെ ഇന്ത്യൻ സാഹചര്യത്തിൽ അവതരിപ്പിക്കുക ചെയ്തത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിന് മുച്ചൂടും മാറ്റിമറിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ലക്ഷ്യത്തിൽ പെട്ടതല്ല. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഉസ്താദെ. എന്താ പ്രശ്നം പറഞ്ഞോളൂ. അതായത് ഈ അജ്മീറിന്റെ അടുത്തേക്ക് പോവുക അല്ലെങ്കിൽ അജ്മീറിൽ ആ സംഗതിയെ പിന്തുടരുക എന്ന് പറയുന്നത് ഒരു ഷിർക്കായിട്ടും അത് ചെയ്യുന്ന കാഫിറാണെന്നല്ലേ ഇവിടെ ബാക്കിയുള്ള ആൾക്കാർ പറയണേ. വഹാബി പറയണത് വഹാബി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ വഹാബിനോട് ഇക്കോ ചോദ്യം ചോദിക്കാണ്ട്. നിങ്ങൾ വഹാബിനെ പ്രസിഡന്റ് വേറെ ചോദ്യം ചോദിക്കാണ്ട്. ഈ നിങ്ങളിപ്പം ഒതുടുക്കണ മറ്റേ എന്താണ് ഒരു വീഡിയോയിൽ നിങ്ങൾ കാണിക്കുന്നുണ്ട്, മറ്റേ എവിടെയാണ് മറ്റേ ജൂതന്മാരെ ഒതുടുക്കുന്നതാണ്. അവിടെ എന്താ പ്രശ്നമുള്ളത്? ഞാൻ പറയട്ടെ, നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാ, നിങ്ങൾക്ക് പറ്റിയ പ്രശ്നം അവിടെയാണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഇസ്ലാം, അതായത് വഹാബി മനസ്സിലാക്കിയിട്ടുള്ള ഇസ്ലാമില് ഇസ്ലാം എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങൾക്ക് എതിരാവലാണ് ഇസ്ലാം എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു വിഷയമല്ല അവിടെ. ഖുറാനിൽ എത്ര ആയത്ത് പറയുന്നുണ്ട്? അതായത് ഈ ഗ്രന്ഥവും ഞാൻ നിന്നെയും അയച്ചിട്ടുള്ളത് അത് മുൻകടന്നു പോയ വേദങ്ങളെയും മുൻകടന്നു പോയിട്ടുള്ള ഈ സംവിധാനങ്ങളൊക്കെ ശരിവെക്കാൻ എന്ന് എത്ര ആയത്തുണ്ട് നിങ്ങൾക്കറിയോ? പറഞ്ഞിട്ടില്ലേ? വേദങ്ങൾ ശരിയാണ്. മുന്നുള്ള വേദങ്ങളുടെ കോർ ഇറ്റ് ഈസ് റൈറ്റ്, ഓൾവേസ് ട്രൂ. പക്ഷെ എവിടെ പ്രശ്നം വരുന്നറിയോ? ഇപ്പൊ നമ്മൾ ഇസ്ലാം ഇപ്പൊ 1400 വർഷമായിട്ടുള്ളൂ. എന്തെല്ലാം സാധനങ്ങൾ ഇതിൽ കടത്തി കൂട്ടിയിട്ടുണ്ട്. ആ കടത്തി കൂട്ടിയത് ഫസ്റ്റ് കടത്തി കൂട്ടിയ ആൾക്കാർ വഹാബികളാ. ഈ വഹാബികൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചില്ലറക്കാരല്ല. ടങ്ങൾ ഒരിക്കലും മിഞ്ഞാന്നുണ്ടായിരുന്നല്ല, ഖവാരിജികൾ അന്ന് തുടങ്ങിയതാ. ഇസ്ലാമിനെ ഈ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിട്ട് ഖവാരിജികൾ തുടങ്ങിയ. നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ഇസ്ലാമിനെ പഠിച്ചിട്ടില്ല. നിങ്ങൾ ഇസ്ലാമിനെ പഠിച്ചാൽ സഹോദര, താങ്കൾ എന്നെ കണ്ണു തുറപ്പിച്ചു. ഒരു സംശയം ഉസ്താദെ, നമ്മളുടെ ഈ സ്റ്റേജിൽ നിന്ന് ഒരു പെൺകുട്ടീനെ ഇറക്കി വിട്ട കഥ നിങ്ങൾ കേട്ടിരുന്നോ? ഞാൻ കണ്ടിരുന്നു. അപ്പൊ അത് നമ്മുടെ വഹാബികളല്ല ഇവിടെ ചെയ്തത്, അത് നമ്മളെ സമസ്ത. അതെന്താ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഈ സമസ്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംവിധാനമാണ്. ഓക്കെ, അത് ഇപ്പൊ നിങ്ങൾ ഒരു യുക്തിവാദിയാണല്ലോ. പക്ഷെ യുക്തിവാദി സംഘടന അല്ലെങ്കിൽ യുക്തിവാദികൾക്ക് പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടാവും, സമീപനം ഉണ്ടാവും അല്ലേ? പക്ഷെ നിങ്ങൾ വ്യക്തിപരമായി ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് ആ പൊതുവായ സംവിധാനത്തിന് ഏറ്റെടുക്കാൻ പറ്റില്ല അവർക്ക്. നിങ്ങൾ ചിലപ്പോൾ ഒരു പെണ്ണിനെ കയറി പിടിച്ചു, അപ്പൊ നിങ്ങൾ യുക്തിവാദികൾ പെണ്ണിനെ കേൾപ്പിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലല്ലോ, അത് ശരിയല്ല. അപ്പൊ അത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, അതിനെ ജനറലൈസ് ചെയ്യരുത്. അങ്ങനെ ഒരു കുട്ടിയെ, ഒരു ചെറിയ കുട്ടിയെ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിടേണ്ട ആവശ്യം അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ അവിടെ നിങ്ങളെ ചോദ്യം അസ്ഥാനത്താണ് ചോദ്യം. അത് അങ്ങനെ അതല്ല, ഞാൻ അതിന്റെ അപ്പുറം ഇവിടെ ഞാൻ ചോദിക്കട്ടെ, കുട്ടികളെ എന്തിനത് ഇറക്കി വിട്ട കാര്യങ്ങൾ എത്ര കുട്ടികളെ പീഡിപ്പിക്കുന്ന ഉസ്താദ്മാര്? അത് പിന്നെ ഒരു ക്രൈം ആണല്ലോ. അപ്പൊ ഞാൻ വേറെ കാര്യമുണ്ട്. നിങ്ങൾ ആ ചോദ്യം ഒഴിഞ്ഞു മാറി ശരിയല്ല, എന്നാലും ഞാൻ ചോദിക്കാം. ഒഴിഞ്ഞു മാറിയില്ല, ഞാൻ പറഞ്ഞുതരാം, കേൾക്കൂ. ഇവിടെ നിങ്ങൾ ഈ പറയുന്ന മറ കെട്ടുന്ന കാര്യം അത് ബാസിൽ ചെയ്തപ്പോൾ അത് വഹാബികളുടെ തലയിലിട്ട് നിങ്ങൾ ഊരി. ഇതേ കാര്യം ഇവിടുത്തെ സുന്നികൾ ചെയ്യുന്നുണ്ട്. അപ്പോഴോ അതായത് ഇവിടെ ഒരു വിഷയം എന്താ അറിയോ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ വഹാബികൾ എന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്ന പ്രവർത്തനമോ അതല്ലെങ്കിൽ സുന്നികൾ എന്ന് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന പ്രവർത്തനത്തെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. വഹാബി എന്ന ആദർശത്തെ കുറിച്ച് ഞാൻ എവിടെ ഒരു മിനിറ്റ്, ഞാൻ എവിടെയെങ്കിലും ഇന്ന വഹാബി ഇന്ന പോലെ ചെയ്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ലല്ലോ, ഞാൻ പറയുന്നത് വഹാബി അല്ലല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്നത് സുന്നി അങ്ങനെ ചെയ്തല്ലോ എന്ന് പറയുന്നത്. അതാണ് ഞാനും നിങ്ങൾ തമ്മിൽ വ്യത്യാസം. ഞാൻ പറയുന്നത് സമസ്ത പോലും ബാസിൽ ചെയ്ത കാര്യം ചോദിച്ചപ്പോ അത് വഹാബിസം എന്നല്ലേ നിങ്ങൾ പറഞ്ഞു? വഹാബിസം അപ്പൊ അതേ കാര്യം സമസ്ത ചെയ്യുമ്പോ നിങ്ങൾക്ക് എന്തിനാണ് അത് വേറെ ഏതോ ആള് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് അതിന് മുങ്ങുന്നില്ല? മുങ്ങണില്ലല്ലോ. ഇല്ല, നിങ്ങൾ വളച്ചൊടിക്കല്ലേ, വളച്ചൊടുക്കല്ലേ. നിങ്ങൾ കാര്യം ബാസിൽ ചെയ്ത കാര്യം വഹാബിസം ആയതുകൊണ്ടാണെന്ന് പറഞ്ഞ് തള്ളിയ നിങ്ങൾ സമസ്ത ചെയ്ത കാര്യം അത് ഏതോ ഉസ്താദ് ചെയ്താണെന്ന് പറഞ്ഞ് അത് ഉസ്താദിന്റെ പെരടിക്കിട്ടിട്ട് മുങ്ങണത് എന്താണ്? ഒരു മിനിറ്റ്, ബാസിൽ എന്ന പേര് പോലും നിങ്ങളെ കൊണ്ടുവന്നത്. അതാ ഞാൻ ചോദിച്ചത്. ഞാനൊരു മിനിറ്റ്, വഹാബിയുടെ പേര് കൊടുത്ത് പറഞ്ഞു വേണ്ടല്ലോ. പക്ഷെ ഞാനിവിടെ സമസ്ത എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങൾ അവിടെ ഉസ്താദ് എന്നുള്ള വ്യക്തിയെ നിങ്ങൾ കൊണ്ടിട്ടു. അത് ഞാൻ ചെയ്തേ. ഞാൻ പറയട്ടെ, അപ്പൊ ആരാ അവിടെ വ്യക്തിനെ ചാരി രക്ഷപ്പെടുന്ന ആരാ? ഞാനാണോ നിങ്ങളാണോ?
മറുപടി പറയട്ടെ. നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞെങ്കിൽ പറയാം. അതെ, 2-3 തവണയാലും ചോദിക്കണം, ഇനിയെങ്കിലും പറ. പറയാനാ പോകുന്നത്. അതായത് ഈ ഞാനിവിടെ വഹാബി എന്ന് പറയുമ്പോഴും വഹാബി അല്ലാത്ത യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുമ്പോഴും ഇവിടെ ഞാൻ പ്രാസ്ഥാനികമായിട്ട് ഇവിടെ ഏതെങ്കിലും ആളുകൾ ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചല്ല പറയുന്നത്. രണ്ട് തരം ഫിലോസഫിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? ആ ഫിലോസഫിയെ കുറിച്ചുള്ള സംസാരിക്കും. ഇവിടെ ആളുകൾ ചെയ്തെടുത്തിട്ട് പറയുന്നത് ചോദിക്കുന്നത്. മനസ്സിലായില്ല? അങ്ങനെ സംസാരിക്കും. നല്ല കുട്ടിയായിട്ട്. അത് ശരി. അപ്പൊ ഇനി നിങ്ങൾ പറയൂ. അതായത് ബാസിൽ ചെയ്ത കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ അത് വഹാബിസം ആണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? സോറി, ബാസിൽ പറഞ്ഞ ഏതാ കാര്യം നിങ്ങൾ പറഞ്ഞു? ആ മറ കെട്ടിയ കാര്യം. ആ മറ കെട്ടിയ കാര്യം അത് വഹാബിസം ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല വഹാബിസം. ഞാൻ അത് വഹാബിസം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇതാണ്. ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞത് ഇന്ത്യൻ സാഹചര്യത്തിൽ ഇസ്ലാം എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതിന് ഒരു വ്യത്യാസമുണ്ട്. സൗദി സാഹചര്യത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഇസ്ലാം ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. കാരണം അതായത് ഈ പറയുന്ന മറ കെട്ടിയിരുത്തുന്നത് ശരിയോ തെറ്റോ? മറ കെട്ടിയിരിക്കുന്നത് ഇന്ത്യൻ സാഹചര്യത്തിൽ തെറ്റാണ്. അതിന്റെ ആവശ്യമില്ല. പിന്നെ ഏത് സാഹചര്യത്തിൽ അത് ശരിയാവുന്നത്? അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ മറയിലിരിക്കുക എന്ന് പറയുന്ന സാധനം സൗദി അറേബ്യയിൽ ഇസ്ലാം വരുന്നതിന് മുമ്പ് തന്നെ ഉണ്ട്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഇസ്ലാമിന്റെ കാര്യത്തിൽ ഒരു നിയമം നടപ്പിലാക്കിയതിനെ കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്. ശരിയോ തെറ്റോ എന്ന് പറയൂ. ഇവിടെ ഞാൻ ശരിയോ തെറ്റോ യെസ് ഓർ നോ എന്ന് മാത്രം ഒരു ചില കാര്യങ്ങൾക്ക് നിങ്ങൾ ക്ലോസ്ഡ് ചോദ്യമല്ല ചോദിച്ചത്. അത് എനിക്ക് ചോദിക്കുന്നത് അല്ല, ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ക്ലോസ്ഡ് ആൻസർ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ചോദിക്കുന്നത് അങ്ങനെ മറ കെട്ടിയിരുത്തിയത് ശരിയോ തെറ്റോ? ഇന്ത്യൻ സാഹചര്യത്തിൽ അത് തെറ്റാണ്. കാരണം അഫ്ഗാനിസ്ഥാനിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ തെറ്റാണ്. അപ്പൊ സൗദി അറേബ്യ തെറ്റാണ്. സൗദി അറേബ്യയിൽ അത് മതത്തിന് മുമ്പുള്ള കാര്യമാണ്. ഇപ്പൊ ഉള്ള കാര്യം ഞാൻ മിനിയാന്ന് ചെയ്ത കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. മതത്തിന് മുന്നേ സൗദി അറേബ്യയിൽ മറ കെട്ടിയിരുത്തി. ശരിയോ തെറ്റോ? എവിടെ മറ കെട്ടിയിരുത്തി? സൗദി അറേബ്യ ആ ജംഗ്ഷനിൽ. ശരിയോ തെറ്റോ? ഏത് ജംഗ്ഷനിലോ ആയിക്കോട്ടെ. പക്ഷെ സൗദി ആ നാടിന്റെ ഒരു സംസ്കാരമാണത്. അപ്പൊ അത് ശരിയാണ്. അത് ശരിയായാലും തെറ്റായാലും അവര് അങ്ങനെ ആചരിക്കുള്ളൂ. അത് ശരിയോ തെറ്റോ? അതാണ് നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ശരിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് അത് ഇസ്ലാമികമായിട്ട് അത് ചെയ്യുന്നത് ശരിയോ തെറ്റോ? അവിടെയാണ് ഞാൻ സംസാരിച്ചത് നേരത്തെ. ഇതൊരു സംസ്കാരം എന്നുള്ള നിലക്കല്ല ഇവിടെ ട്രാൻസ്ഫോർമേഷൻ വരേണ്ടത്. ഒരു ഗുരു ശിഷ്യൻ എന്ന് വരുമ്പോ ആ ഗുരു ചെയ്ത കാര്യങ്ങൾ അതേപോലെ പറഞ്ഞ് ശിഷ്യന്മാരുടെ ഒരു രീതിയാണത്. അതില് പല സംസ്കാരം വരും. ചിലപ്പോ പല നിങ്ങൾക്ക് അത് ഔട്ട്റൈറ്റ് ആയിട്ട് അത് ഒരു ഇൻട്രിൻസിക് ആയിട്ടുള്ള ഒരു തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു ജെൻഡർ സെഗ്രിഗേഷൻ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇന്ന് ഇവിടെ ആചരിക്കുന്ന, ഞാൻ പറയട്ടെ, ഇവിടെ ഇന്ത്യയിൽ ഇന്ത്യൻ സ്ത്രീകൾ ഇവിടെ സാരി എടുത്ത് നടക്കുന്നുണ്ട്. ഇത് വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മ്ലേച്ഛമായ പരിപാടിയായിരിക്കും. സാരി വളരെ മ്ലേച്ഛാവുന്നത് അല്ല, സാരി എന്ന് വെച്ചാൽ വയറ് കാണിച്ച് നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. പറഞ്ഞു പല സ്ഥലങ്ങളിലും ഈ മ്ലേച്ഛം എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാം? ഇല്ല, അറിയില്ല. പറഞ്ഞു. എന്താ മ്ലേച്ഛം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സംസ്കാരത്തില് കുറച്ച് കുറവുള്ള കാര്യമായിട്ടായിരിക്കും അങ്ങനെ കാണുന്ന. സാരി ഉടുക്കുന്നത് മ്ലേച്ഛതയായിട്ട് കാണുന്ന ഒരു രാജ്യം പറയൂ, ഒരു സ്ഥലം. അറബികൾ അവർക്ക് ഈ വയറ് കാണിച്ചു നടക്കണം കണ്ടു കഴിഞ്ഞാൽ അവിടെ ബെല്ലി ഡാൻസ് കളിക്കുന്ന ആളുകൾ അപ്പൊ വയറും കളിക്കണം. ബെല്ലി ഡാൻസ് അല്ല, ഞാൻ പൊതു വേദികളിൽ ഞാൻ പറയുന്നത്. ഒരു സാധാരണ മാന്യമായിട്ട് ഒരു മിനിറ്റ്, സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഇന്ത്യൻ സ്ത്രീകൾ സാരി എടുത്ത് കാണുമ്പോൾ അറബികൾ അതൊരു വളരെ മ്ലേച്ഛമായ പരിപാടിയായിട്ട് കാണാറുണ്ട്. അതേസമയം ഇന്ത്യക്കാര് അവര് ഈ മുട്ടിന് മുകളിലുള്ള ഫ്രോക്ക് ഇട്ട് നടക്കുമ്പോൾ ഇന്ത്യക്കാർ അത് വലിയ നഗ്നതായിട്ട് കാണാറുണ്ട്. നിങ്ങളപ്പോ ഈ ലോകത്തൊന്നും സഞ്ചരിക്കാറില്ല. ഇവിടെ എത്ര ഞാൻ പറഞ്ഞ നിങ്ങൾ പറയാം എന്തെങ്കിലും നിങ്ങൾ തനി ഇന്ത്യക്കാർ എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ത് വലിയ രാജ്യ സുഹൃത്തെ, അത് മനസ്സിലാക്കിയിട്ട് ഏത് ഇന്ത്യക്കാരെ കാര്യം നിങ്ങൾ പറയണത്? ഇന്ത്യക്കാരെന്ന് നമ്മൾ ഇപ്പൊ ഈ സൗത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർ, സൗത്ത് ഇന്ത്യയിൽ നമ്മളിവിടെ സൗത്ത് ഇന്ത്യയിൽ കേരളത്തിൽ ചോദിച്ചോ നിങ്ങൾ? കേരളത്തിൽ എവിടെ? ഫോർ എക്സാമ്പിൾ കേരളത്തിൽ നിങ്ങളിപ്പോ എന്തിനാ ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യം? നിങ്ങൾ എന്തിനാണെന്നറിയോ? നിങ്ങൾ കൃത്യമായിട്ട് പറയും എവിടെയാണ് ഒരു സാരി അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് ഇട്ട് നടന്ന മ്ലേച്ഛതയാണ് എന്ന് പറയുന്ന സ്ഥലം കേരളത്തിൽ എവിടെയെന്ന് പറയും. അതെ, ഞാൻ ഉദാഹരണം പറയാം. ഒരു ഉദാഹരണം പറയുമ്പോ ഉദാഹരണം കൃത്യമായിരിക്കണം. വെറുതെ എന്തെങ്കിലും ഓഞ്ഞ ഉദാഹരണം പറഞ്ഞിട്ട് പോവാന്ന് വിചാരിക്കരുത്. നിങ്ങൾ പറയൂ കേരളത്തിൽ എവിടെയാണ് ഫ്രോക്ക് ഇട്ട് നടന്ന മ്ലേച്ഛതയാണ് എന്ന് പറയുന്നത് എവിടെയാണ്? ഞാൻ പറഞ്ഞതിന്റെ സാരം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആ കോർ മാറ്റിട്ട് നിങ്ങൾ ആ പറഞ്ഞ ആശയം ഇവിടെ സൂട്ട് ആവുന്നില്ലല്ലോ. സൂട്ടാക്കി തരാന്. അതായത് ഒരു സ്ഥലത്ത് സംസ്കാരം വേറൊരു സംസ്കൃതി വേറൊരു അസംസ്കൃതി ആവാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഒരു ഉദാഹരണം പറയുള്ളൂ. അതിന്റെ വിഷയം ഉദാഹരണമാണ് ഈ പറഞ്ഞത്. ഈ ഒരു ഉദാഹരണം എനിക്ക് കിട്ടിയത്. ഉദാഹരണം പാളിപ്പോയല്ലോ. നിങ്ങൾ ശരിയാവുന്നില്ല. ഉദാഹരണം പാളിപ്പോയിട്ട്
കേരളത്തിൽ വർഷങ്ങളായിട്ട് നമ്മൾ ഈ വയറ് കാണിച്ചു നടക്കുന്നത് വലിയൊരു പ്രശ്നമായിട്ടൊന്നും കണ്ടിട്ടില്ല. സാരി എടുത്തിട്ടുള്ള ആൾക്കാർ നടക്കാറുണ്ട് അല്ലേ? ഇത് വേറൊരു നാട്ടിൽ ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരുപാട് UAE ഉണ്ടായിരുന്ന ആളാണ്. അവിടെ ഇപ്പൊ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചില പെണ്ണുങ്ങൾ ഇപ്പോഴും സാരി എടുത്ത് വരുമ്പോ അറബികൾ അത് എന്തെങ്ങനെയെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങളെ സ്ത്രീകൾ ഇങ്ങനെ ഈ ഫ്രോക്ക് മുകളിൽ ഇട്ടിട്ട് ഈ അറബികൾ നടക്കുന്നില്ല, പലസ്തീനികളും മിസ്രികളൊക്കെ. അപ്പൊ അവര് പറയുന്നുണ്ട്, അത് പിന്നെ കാലല്ലേ, ഇതെന്ത് വയറ് കാണിച്ചു നടക്കുന്നത് ചോദിക്കും. ഇതൊക്കെ ഇത്രയുള്ള വിഷയം, ഇതൊക്കെ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നല്ലതാവുകയും കാണാത്ത കാര്യങ്ങൾ കാണുമ്പോൾ ഇതേപോലെയാണോ ഇസ്ലാം എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? സൗദിയിലൊരു ഇസ്ലാം, അതാ ഞാൻ ചോദിക്കുന്നത്. സൗദിയിലൊരു ഇസ്ലാം, ഇന്ത്യയിൽ വേറൊരു ഇസ്ലാം, ഇന്തോനേഷ്യയിൽ വേറൊരു ഇസ്ലാം, അഫ്ഗാനിസ്ഥാനിൽ വേറെ, അപ്പൊ എത്ര ഇസ്ലാം ഉണ്ട് മൊത്തത്തിൽ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോ സംസ്കാരത്തിലും ഓരോ സാഹചര്യത്തിലും എത്ര ഇസ്ലാം ഉണ്ട്, എത്ര ഇസ്ലാം ഉണ്ടെന്ന് വെച്ചാൽ അതിനാണ് മറുപടി ഞാൻ പറഞ്ഞത്. പിന്നെ ഇടയിൽ കയറി ചോദിക്കരുത്. ഓക്കെ, ഉത്തരം പറഞ്ഞില്ലേ? ചോദിച്ചതിന് മറുപടി പറയുമ്പോൾ കേട്ടിരിക്കുക. അതായത് ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ രാജ്യത്തും അത് എത്തിയിട്ടാകുമ്പോൾ അതിന്റെ ഓരോ സാഹചര്യത്തിൽ അതിനെ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ പുതിയ കാര്യങ്ങൾ പുറത്തേക്ക് പോകും. അല്ല, അങ്ങനെ ചെയ്യണമെന്നോ ചെയ്യണ്ടെന്നുള്ള ഞാൻ പറയുന്നത് നടന്നിട്ടുള്ള കാര്യം പറഞ്ഞത്. ഓരോ സാഹചര്യത്തിനനുസരിച്ച് മാറ്റാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ ഒരു അനുവാദം ഇസ്ലാം അതിന്റെ അടിസ്ഥാനം മാറുന്നില്ല. അതായത് തൗഹീദ് എന്ന് പറയുന്ന സംഗതി അതിന്റെ അടിസ്ഥാനം. ആയിക്കോട്ടെ, മനസ്സിലായില്ലേ? അത് മാറുന്നില്ല. അത് മാറുന്നുണ്ടെന്നുള്ള അജ്മീറിലെ കാര്യം പറയുമ്പോ ഈ വഹാബികൾ അവിടെ ഇസ്തിഗാസയുടെ വിഷയം വരും. ഇസ്തിഗാസ പറയൂ വിഷയമാണല്ലോ അവർ ഉയർത്തുന്നത് വഹാബികള്. നിങ്ങൾ ഇസ്തിഗാസയുടെ വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ് വിഷയം എന്ന് പറയുന്നത്? എന്താ ഇസ്തിഗാസ എന്താ പറയും? നിങ്ങൾ പറയും. നിങ്ങൾ കേട്ടിട്ടില്ല? എടുത്തിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയില്ല, പറഞ്ഞുതരൂ. അറിയില്ല. ഇസ്തിഗാസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു സംഭവം. SOS എന്ന് പറയില്ലേ, സേവ് അവർ സോൾ. മനസ്സിലായില്ലേ? അത് ഒരു അപകടത്തിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരാളോട് മുമ്മാലിക്കാന്ന് വിളിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇസ്തിഗാസയാണ്. മനസ്സിലായില്ലേ? അത് ശിർക്കുണ്ടാ? അല്ല, ശിർക്കുണ്ടാ? ഞാൻ പറഞ്ഞ ഇസ്തിഗാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബി വേർഡിന്റെ അർത്ഥം. ഇവിടെ നിങ്ങൾ വെറുതെ ഈ മറ്റേ എറ്റിമോളജിക്കൽ ഫാലസി ഇറക്കല്ലേ. ഇവിടെ ഇസ്തിഗാസ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? മരിച്ചു പോയ ഇപ്പൊ മുഹമ്മദ് നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ മുഹമ്മദ് നബിയോട് എന്തെങ്കിലും തേടുക, അത് പാടില്ല എന്നുള്ള പറയുന്നത്. അപ്പൊ മരിച്ചു കിടക്കുന്ന അജ്മീർ ഷെയ്ഖ്, അവിടെ ആരാണ്, ഏതോ കുന്ത്രാണ്ട് അവിടെ മരിച്ചു കിടക്കുന്നുണ്ടല്ലോ, പുള്ളിയെ വിളിച്ച് തേടുക, മൊയ്നുദ്ദീൻ ഷെയ്ഖ് എന്ന് വിളിച്ച് കരയുക, ഇതൊക്കെ തെറ്റാണ്. ബദരീങ്ങളെ എന്ന് വിളിക്കുക, ഇതൊക്കെ ഇസ്തിഗാസയാണെന്നല്ലേ അവർ പറയണേ. അല്ല, നബിനെ വിളിച്ചിട്ട് നബിയുടെ കാലത്ത് തന്നെ നബി വഫാത്തതിന് ശേഷം നബി വഫാത്തായതിനു ശേഷം നബിനെ വിളിച്ചിട്ട് സഹായം ചോദിച്ചിട്ട് അത് തെളിവുണ്ടല്ലോ. അതന്നെ പറയണത്, അത് തെറ്റാണെന്നല്ലേ ഇവർ പറയണത്. തെറ്റാണെന്ന് എങ്ങനെ അവിടെ സഹാബികൾ കാണിച്ചിട്ടുണ്ട്. നബി മാതൃകയല്ലേ നമ്മൾ പിന്തുടരേണ്ടത്? സഹാബികളുടെ മാതൃകയാണോ? നബിക്ക് സ്വന്തം മരിച്ച് നബിക്ക് തന്നെ ചോദിക്കാൻ പറ്റുമോ? നബിക്ക് മരിച്ചിട്ട് നബിക്ക് തന്നെ ചോദിക്കാൻ പറ്റും? നബി അതിന് മുന്നേ ആളെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? നബിക്ക് അതിന് മുന്നേ നബി ഇബ്രാഹിം നബിയെ രക്ഷിക്കണമെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ ആവശ്യമില്ല. അതെ, അതിന്റെ ആവശ്യമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നബിനെ പറ്റി അഷറഫുൽ ഖൽഖ് എന്നാണ് പറയണത്. അഷറഫുൽ ഖൽഖ് എന്ന് പറഞ്ഞ സൃഷ്ടികളിൽ ഏറ്റവും ഷറഫാകപ്പെട്ട മഹാൻ, ഏറ്റവും ഖൽഖുകൾ. അത് നബിനേക്കാളും വലിയൊരു നബിനേക്കാളും വലിയ സൃഷ്ടി ലോകത്തില്ല എന്നാണ് ആ വിശ്വാസം. നബിനെ ആരെ വിളിക്കണ്ടേ? എന്നിട്ടാണ് ഈ അടിമ നടന്നത്, ഈ 6-ാം വയസ്സിൽ പോയി പെണ്ണിനെ കെട്ടി 9-ാം വയസ്സിൽ പൂശി നടന്നതൊക്കെ. അല്ല, അത് നിങ്ങൾ പറയുന്ന ദേഷ്യം പിടിപ്പിക്കാനാണ്. അതുകൊണ്ട് ദേഷ്യം പിടിപ്പിക്കാനല്ല, ഈ വാദമുനകൾ ഒടിയുമ്പോഴേ ഇത് വാദമുനയല്ല. നിങ്ങൾ പറയും ഇസ്തിഗാസ പറഞ്ഞപ്പോ നിങ്ങൾക്ക് അത് ഇതേപോലെ ചെയ്തിട്ടുണ്ടല്ലോ. ഇതൊക്കെ തന്നെയാണ് ഈ വഹാബിസം വളരുന്നതിന്റെ കാരണം. അല്ല, ഈ ചെറുപ്പകാലം മനസ്സിലായോ? വഹാബിസം വളരുന്നതിന്റെ കാരണം നിങ്ങളൊക്കെ തന്നെയാണ് അതിന് വഴി വെച്ച് കൊടുക്കുന്നത്. അല്ലല്ല, വഹാബിസം വളരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ബുദ്ധി നീങ്ങി പോലാണ്. അതന്നെ പറയണത്. നിങ്ങൾ ഈ മാതിരിയുള്ള അന്ധവിശ്വാസത്തിലേക്ക് ഇറക്കണം എന്തിനാ? നിങ്ങളൊക്കെ ഇതുപോലുള്ള അന്ധവിശ്വാസം കൊണ്ടു നടക്കണോണ്ടല്ലേ ഈ അജ്മീറും മറ്റേ ദർഗയൊക്കെ ഇവിടെ പൂത്ത്. ഏതന്ധവിശ്വാസം? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ വഹാബികള് ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെ എന്തൊക്കെ അവിടെ ഉണ്ടാക്കിയത്? ഇവരിപ്പോ തൗഹീദ് കൊണ്ടുവന്നില്ല. അറിയാലോ, അതാണല്ലോ ഈ ബോംബലക്ക. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ വഹാബികൾ ഈ മറ്റേ ഹജ്ജിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ 4 ചുമരുകൊണ്ട് കിട്ടിയ കാബേര ചുറ്റും 7 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യണതും ഇവിടെ ഈ അമ്പലത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നതും സെയിം അല്ലേ? സെയിം ആണോ? അല്ലേ? ആണോ? എനിക്കറിയില്ല. അല്ല, എനിക്കും അറിയില്ല. നിങ്ങൾ അല്ലല്ല, വഹാബികൾക്ക് നിങ്ങൾ വഹാബികൾക്ക് കൂടെ പിടിക്കുന്ന ആളായതുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്നത്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇതേ ശയന പ്രദക്ഷിണം, അതല്ലെങ്കിൽ തവാഫ് എന്ന് അറബിയിൽ പറയുന്ന സംഗതി നബി വരണേക്കാൾ മുമ്പുണ്ടായിരുന്നു. അതെ. പിന്നെ എന്താ നബി അത് നിർത്തിയിട്ടില്ലല്ലോ? അതെ. എന്താ, അത് ജാഹിലിയ കാലത്ത് മുശ്രിക്കുകൾ ചെയ്തിരുന്ന കാര്യമല്ലേ? എന്താ നിർത്താഞ്ഞു?
എന്താ നിർത്താഞ്ഞ്? അതല്ല ശരിക്കും മനസ്സിലായി. ശരിക്കും സെൽഫ് ഗോൾ ഉസ്താദാണല്ലോ. സെൽഫ് ഗോൾ ഉസ്താദല്ല. കാരണം നിങ്ങൾ ഇസ്ലാമിനെ ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യും? നമ്മൾ പൊളിക്കല്ല, നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിട്ട് സംസാരിക്കുന്നത്. ഉസ്താദെ മയത്തിൽ തന്നെ പൊളിക്കുന്നത്. ചോദിച്ചു വെക്കല്ലേ, വിശ്വാസികൾ അവരുടെ ഈമാൻ നഷ്ടപ്പെടും. ഇങ്ങനൊന്നും പറയല്ലേ. ഈമാൻ നഷ്ടപ്പെടണമെന്നുണ്ടെങ്കിലേ നിങ്ങളിപ്പോ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഇത് അവരുടെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ചോദ്യമാണ് ഇപ്പൊ ചോദിച്ചത്. മറുപടി അതിന് ഉത്തരം പറഞ്ഞ പൊളിഞ്ഞില്ലേ? ഇനി അതും പോട്ടെ. അല്ല, ഒരു മിനിറ്റ് ഈ ഹിന്ദുക്കള് അമ്പലത്തിൽ പോയിട്ട് വിഗ്രഹത്തിന് മുന്നിൽ നിന്നാല് അത് ശിർക്കാണെന്നല്ലോ ഇപ്പൊ ഈ വഹാബികൾ പറയണത്. അതെ, നമ്മളൊക്കെ പറഞ്ഞതാ തന്നെ. ഓക്കെ, അപ്പൊ ഈ ഹിന്ദുക്കൾ തിരിച്ചു ചോദിക്കണ്, നിങ്ങൾ അവിടെ പോയിട്ട് മറ്റേ അജൽ അസുഖം എന്ന് പേരിട്ടുകൊണ്ട് കല്ലുണ്ടാവില്ലല്ലോ, ആ കല്ലിന് മുന്നിൽ പോയിരുന്നിട്ട് കുത്തണതും അതിനെ ബഹുമാനിക്കുന്നതും ഏതെടുത്തങ്ങള് അത് ഈ വഹാബികളും ചെയ്യുന്നില്ലേ? എനിക്ക് മേല. നിങ്ങൾ എന്റെ ബിരിയാണി തീറ്റ മുട്ടിക്കാൻ വേണ്ടി വന്ന നിങ്ങൾ ബിരിയാണി അല്ലല്ല, നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് കാര്യങ്ങൾ സംസാരിക്കല്ലേ. നിങ്ങൾ കുറെ പൊട്ടന്മാരെ വിളിച്ചിരുത്തിട്ട് കോയ കോളിങ് കോൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അതിന് പകരം എന്ത് ചെയ്യേണ്ടത് അറിയോ? നിങ്ങൾ പകരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കോയ കോളിങ്ങും നിങ്ങളെ നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എല്ലാ ദിവസവും മാത്രല്ല ആ സ്ഥാനത്ത് ഇന്നെടുത്ത് സംസാരിപ്പിക്കും. മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളൊന്ന് വിളിച്ച് കിട്ടി, ഞാൻ സത്യത്തിൽ ഉറങ്ങാൻ കിടന്ന് ഉറങ്ങിപ്പോയാളാ. കോയ കോളിങ്ങോ? ഓ മൈ ഗോഡ്, ഐ ആം ലക്കി ടുഡേ, ഐ ഫീൽ റിയലി ലക്കി. അങ്ങനെ ഞാൻ വന്ന് ഫോൺ എടുത്തിട്ട് മനസ്സിലായി. തോന്നുന്നു വളരെ ലക്കിയായ ദിവസമാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാനൊരു റിക്വസ്റ്റ്. ഞാൻ ഇതേപോലെ ഇനിയിപ്പോ ആരെയൊക്കെ വിളിക്കുമ്പോ ഇതേപോലെ വല്ല വഹാബികളും വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കോൾ കോൺഫറൻസിൽ ഇട്ട് നിങ്ങൾ ഫോൺ എടുക്കുമോ? 100%. എന്നിട്ട് നിങ്ങൾ സംസാരിക്കുമോ? പക്ഷെ ഒരു നിയമമുണ്ട്, ഞാൻ ഇടപെടൂല, നിങ്ങളായി അവരുമായി. ഞാൻ അവിടെ റെഫറി, അവിടെ മിണ്ടാണ്ട്. നിങ്ങൾ മോഡറേറ്റർ ആണ്. ഞാൻ മിണ്ടാണ്ട്. വഹാബികൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? പറഞ്ഞത് കേൾക്കൂല, മാത്രമല്ല നമ്മൾ പറഞ്ഞതിന്റെ ഇടയിൽ പറയും ചെയ്യും. അതൊക്കെ ഞാൻ അതൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. അപ്പൊ നമ്മ പറയണത് ഫുള്ളായിട്ട് കേൾക്കുക. ഞങ്ങളെ വിളിക്കും, ഞാൻ നിങ്ങളെ വിളിക്കും, 100% അവരും തമ്മിൽ സംസാരിക്കാം. ചെറിയ വഹാബി ഒന്നും ആക്കണ്ട, ഇങ്ങനെ നല്ല ഊക്കള വഹാബിനായിട്ട് പോലെ ആയിക്കോട്ടെ. ഞാനും ബാലുശ്ശേരിനെയും അതുപോലെ എം എം അക്ബറിനെ വിളിച്ചിട്ട് അവര് വരുന്നില്ലെന്ന് എന്ത് ചെയ്യും? ഈ എം എം അക്ബറിനോട് ഞാനിപ്പോ ലൈവാണല്ലോ, ഈ എം എം അക്ബറിനോട് ഡയറക്റ്റ് സംസാരിച്ചിട്ടുണ്ട് ഞാൻ. മനസ്സിലായില്ലേ? അതെന്താണ്? അതുപോലെ തന്നെ നമ്മളെ ഈ മുജാഹിദ് മറ്റാളെ പേരെന്താണ്, ആ താടിക്കാരൻ മറ്റേ ഗൾഫിൽ പോയി കഴിഞ്ഞ തലയെ കിട്ടിട്ട് ഇവിടെ വന്നപ്പോ തലയെ കിട്ടേണ്ടത് ഒരു തെങ്ങിലെ ഹുസൈൻ സൽഫി. ഹുസൈൻ സൽഫിനോടും സംസാരിച്ചിട്ടുണ്ട്. എന്താ പറയൂ? ഓക്കെ, അബ്ദുള്ളോടും സംസാരിച്ചിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ കൂടാതെ ഇതിനേക്കാൾ കൂടുതൽ വിഷം കൂടിയൊരു സാധനമുണ്ട്, അത് കിടക്കുന്നത് ഖത്തറിലാണ്. അതാരാ? ഖത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് മുഴുവൻ വഹാബികളെയും മുഴുവൻ ടെററിസ്റ്റുകളെയും ഹാർബർ ചെയ്യുന്ന സ്ഥലമാണ്. ഒന്നും സൊല്ലക്കൂടാതെ അപ്പോൾ സൊല്ലക്കൂടാതെ ഞാൻ സൊല്ലക്കൂടായില്ല. മനസ്സിലായില്ലേ? ഇവിടെ ഇസ്ലാം ഭയങ്കര സംഭവം എന്ന് പറഞ്ഞിട്ട് ഇവര് ചൂണ്ടിക്കാണിക്കുന്നത് എടുക്ക ഈ പറഞ്ഞ ഈ രാജാക്കന്മാര് ഭരിക്കുന്ന സ്ഥലത്തേക്കല്ലേ, എന്നിട്ട് അവിടെയാണ് ഫുള്ള് കംപ്ലീറ്റ്. ഇവിടെ ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞിട്ട് കാണിക്കണ്ടല്ലോ, അവിടെ ചെന്നിട്ട് പറഞ്ഞു വിവരം അറിയും. മനസ്സിലായില്ലേ? ഹുസൈൻ സലഫി എന്തോന്ന് പറഞ്ഞു പറയാം. ഹുസൈൻ സലഫി പറഞ്ഞത് അയാൾ പൊട്ടൻ, അയാൾ എന്താ പറഞ്ഞു, അയാൾ വന്നിട്ട് പറഞ്ഞു ഇവിടെ സുന്നികളൊക്കെ കൂടിയിട്ട് അള്ളാന്റെ റസൂലിനെ അള്ളാഹുള്ള പരിപാടിയാണ്. ഞാൻ ചോദിച്ചാൽ എങ്ങനെ ആക്കിയെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞത് ആയത്തിനെ ഒരു ലൊമ്മ് മാറ്റിട്ട് മറ്റേ എന്താണ് നസ്ബ് മാറ്റിട്ട് റഫ ആക്കി. ഞാൻ പറഞ്ഞ റഫാനെ മാറ്റി നസ്ബ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ആവുമെന്ന് വെച്ചു. അപ്പൊ അവിടെ അർത്ഥമാക്കാൻ പറഞ്ഞ ആൾക്ക് അർത്ഥമാക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു റഫ നസ്ബ് ആക്കിയോണ്ടൊന്നും അർത്ഥമാക്കാൻ പറ്റില്ല. മനസ്സിലായി? ഫായിലും മഫൂലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അർത്ഥമാക്കാൻ പറ്റുള്ള മര്യാദക്ക്. അത് ഒരു ലൊമ്മ ഒരു ഇറാബ് മാറ്റിയോണ്ടൊന്നും നടക്കൂല സംഭവം. അപ്പൊ ഇയാള് ഗ്രാമറും പഠിച്ചിട്ടില്ല, ഇസ്ലാമും പഠിച്ചില്ല, ഒന്നും പഠിച്ചില്ല. അപ്പൊ അയാൾ ഇങ്ങനെ കുത്തിരുന്ന് എന്തെങ്കിലും പറയുന്ന അത്രയുള്ള വിഷയം. അപ്പടിയൊന്നും ചൊല്ലക്കൂടാതെ അപ്പടിയൊന്നും ചൊല്ലക്കൂടാതെ നിങ്ങള് മൂർഖമാമിനെ പണ്ഡിതര്. എന്തായാലും ഒരു കാര്യം കേട്ടോ, നിങ്ങൾ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു, ടു ബി ഹോണസ്റ്റ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളോട് സാധാരണ നിങ്ങൾ ഈ പോലത്തെ ആൾക്കാരൊന്നും നമ്മളെ പോലത്തെ സാധാരണ ആടന്മാരായിട്ട് സംസാരിക്കാൻ നിൽക്കാറില്ല. കാരണം നിങ്ങൾ ആ സെലിബ്രിറ്റി പരിവേഷം നഷ്ടപ്പെടാണ്ടിരിക്കാൻ നിങ്ങളൊരു കുറച്ചും കൂടി ഹോണസ്റ്റ് ആയിട്ടുള്ള ആളെന്ന് ഇപ്പൊ തോന്നുന്നു എനിക്ക്. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ തോന്നിയില്ല എനിക്ക്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് അല്ല നമുക്ക് നല്ലതൊക്കെ പറയാലോ കാര്യങ്ങൾ നിങ്ങളോട് ഇതിൽ പറയുമ്പോൾ നമ്മള് അത് പറയുന്നല്ലേ. അതല്ലെങ്കിലും ഞാൻ വളരെ മാന്യനാണ്, ഞാൻ അങ്ങനെ വളരെ മോശം വാക്കുകളൊന്നും. പക്ഷെ നിങ്ങൾക്കുള്ള ഒരു പ്രശ്നം എന്തറിയോ, നിങ്ങൾക്കുള്ള ഒരു പ്രശ്നം ഞാൻ കാണുന്നറിയോ, നിങ്ങള് ഈ തൊപ്പിട്ടിരിക്കുക, പിന്നെ പന്നിനെ അങ്ങനെ തിന്നിട്ട് ഇങ്ങനെ ആൾക്കാർ ട്രിഗർ ചെയ്യുന്ന ഒരു പരിപാടി. ഇന്ത്യൻ സാഹചര്യത്തിൽ അതാകുമല്ലോ ആരിഫ് ഭായി, അതിന്റെ ആവശ്യമില്ല. ഞാൻ പറയട്ടെ അനുവാദമുണ്ടല്ലോ.
ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇസ്ലാമിനെ പറ്റി പഠിച്ചത് തന്നെ യുക്തിവാദത്തിൽ കൂടിയാണ്. ഞാൻ സത്യത്തിൽ എന്റെ ചെറുപ്പത്തിൽ ഞാനും നിസ്കരിക്കാറില്ല. ഞാൻ എന്റെ ഉമ്മ പറയുമ്പോൾ ഞാൻ നിസ്കരിക്കാൻ പോകാറില്ല. ഞാൻ എന്റെ ഉമ്മ മരിച്ചുപോയി. പക്ഷെ ഞാൻ ഇതൊന്നും ചെയ്യാതെ 10, 20, 21 വയസ്സ് വരെ എന്റെ 558ാമത്തെ നമ്പറാണ് ഇവിടുത്തെ എത്തീസ്റ്റ്. ഇതുണ്ടല്ലോ മറ്റേ ഇടമറകിന്റെ കാലഘട്ടത്തിൽ നമ്മളിവിടെ എത്തീസ്റ്റ് ആയിരുന്നു. മനസ്സിലായില്ലേ? കോവൂരിന്റെ സമ്പൂർണ്ണ കൃതികൾ വരുത്തി വായിച്ചപ്പോൾ അതിന് ഫ്രീ ആയിട്ട് എനിക്ക് കൊടുത്ത എത്തീസ്റ്റ് ഇതിൽ കിട്ടിയ മറ്റേ മെമ്പർഷിപ്പാണത്. അത് 17 വയസ്സിൽ 16 വയസ്സിൽ നിങ്ങൾ ഈ പറഞ്ഞ തീരൊക്കെ പഴയ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് നമ്മള്. എത്ര വയസ്സുണ്ട് ഏകദേശം? ഇപ്പൊ എനിക്ക് 55 വയസ്സായി. കേട്ടോ? അപ്പൊ സീനിയറാണ്. അപ്പൊ ഇതിൽ പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ യുക്തിവാദത്തിൽ കൂടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഈ യുക്തിവാദത്തിൽ പിന്നെ നമ്മൾ ചെന്നെത്തുന്നത് വഹാബിസത്തിലേക്കാണ്. വർഷങ്ങളോളം വഹാബി പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നു നമ്മള്. അവര് ഈ തരുന്ന എല്ലാ ബുക്കുകളും പരമാവധി വായിച്ചു തള്ളിയിട്ടുണ്ട് നമ്മൾ. കേട്ടാ? അതിൽ നിന്നാണ് പിന്നെ നമ്മൾ എവിടേക്ക് വരുന്നത്, ഈ സ്പിരിച്വൽ വേൾഡിലേക്ക് വരുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു പ്രയാണം അങ്ങനെയാണ്. അതായത് തിരിച്ചുപോക്കും അങ്ങനെ തന്നെ. ഒരാൾക്ക് ഈ എക്സ് മുസ്ലിം ആണെങ്കിൽ മധ്യവർത്തിയായിട്ട് വേണ്ടത് വഹാബിസമാണ്. ഇല്ലാതെ നേരിട്ട് പോണവരുണ്ട്, കുറെ ഇല്ലാന്നൊന്നും പറയാനില്ല. പക്ഷെ സ്വാഭാവികമായിട്ടുള്ള കൂടുതലും ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കിക്കോ, ഈ എക്സ് മുസ്ലിമില് 90% ഉള്ളതും വഹാബിസത്തിൽ പോയ ആൾക്കാരാണ്. തീർച്ചയായിട്ടും. അല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല, നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണല്ലോ. തിരിച്ച് അപ്പൊ എന്റെ വരവ് നേരെ തിരിച്ചു. എന്തോ കാരണവശാൽ തിരിച്ചായിരുന്നു എന്റെ വരവ്. ഞാൻ ആദ്യമായിട്ട് ഇസ്ലാമിനെ കുറിച്ച് വായിച്ചൊരു പുസ്തകം, ഞാൻ 3ാം ക്ലാസ് വരെ മദ്രസയിൽ പോയിട്ടുള്ളൂ. 3ാം ക്ലാസ്സിൽ തോറ്റിട്ട് അടി കിട്ടി ഓടിയതാണ് അവിടുന്ന്. കാരണം ഭയങ്കര അടിക്കണ പരിപാടികളാണ് പണ്ടുണ്ടായിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് അത് പോട്ടെ, അതൊന്നും നമ്മളിവിടെ സംസാരിച്ചിട്ട് കാര്യമില്ല. ഈ അന്ധകാലം ഞാൻ ഈ ഇസ്ലാം എന്ന് പറഞ്ഞ ഡിക്ഷണറി ഓഫ് ഇസ്ലാം എന്നുണ്ട് വില്യം മൂറ് മൂപ്പര് എഴുതിയതല്ല, മൂപ്പരുടെ കുറെ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളത് ഡിക്ഷണറി ഓഫ് ഇസ്ലാം എന്ന് പറഞ്ഞ സംഗതിയിൽ കൂടെ വായിച്ചിട്ടാണ് ഞാൻ ഇസ്ലാം എന്താണെന്ന് ആദ്യം പഠിക്കാൻ ശ്രമിക്കുന്നത്. മനസ്സിലായില്ലേ? എന്നിട്ട് അതിൽ കൂടെയാണ് നമ്മൾ പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഈ മറ്റേ ഇവര് എഴുതി വിടുന്ന സാധനങ്ങൾ, സയ്യിദ് കുത്തുബ്, ദ ഇസ്ലാം എന്നിട്ട് കുറെ സംഭവങ്ങൾ, കുറെ തീവ്രവാദികൾ മൗദൂദിയൊക്കെ നമ്മൾ വായിച്ച ആൾക്കാരാണ്. മൗദൂദിയൊക്കെ ഭയങ്കര വിറ്റാണ്. അന്തം കുന്നല്ലാത്ത ആൾക്കാർ. നമ്മൾ ഈ ജമാഅത്ത് ഇസ്ലാമിന്റെ അവര് നന്നായി എന്നൊക്കെ ഇവിടെ പറഞ്ഞെടുക്കണ്ടല്ലോ. എന്ത് നന്നായി? എവിടെ നന്നായി? എന്താ അതിനെ കുറിച്ച് പറയാം? ജമാഅത്ത് ഇസ്ലാമി എന്ത് നന്നായിന്ന് അല്ല അവര് പറയുന്നത്. ഞാൻ പറയട്ടെ, ഈ ജമാഅത്ത് ഇസ്ലാമി, മുജാഹിദും ഈ തബ്ലീഗും ഒക്കെ ഒരൊറ്റ ഉമ്മ പറ്റ മക്കളാ. പല ക്വാളിറ്റിയിലാന്നുള്ളൂ. ഇതൊക്കെ മാറ്റി മാറ്റി പറഞ്ഞിട്ടൊന്നുമില്ല. ഇതൊക്കെ ബിലോങ് ടു ദ സെയിം മദർ. എനിക്കൊരു അവസാനത്തെ സംശയം, നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇതുപോലെ തുറന്നു പറയുന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഭീഷണിയോ അങ്ങനെ വല്ലതും? എനിക്ക് ഭീഷണി ഉണ്ടാവാറുണ്ട്. എന്നെ ഇവിടെ ഈ നാട്ടിലുള്ള ഒറ്റ വഹാബിൽക്കുന്നെ കണ്ടുകൂടാ. ആർക്ക്? നമ്മളെ പറ്റിയിട്ട് അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കും. മനസ്സിലായില്ല? അനാവശ്യമായിട്ടുള്ള ആഡ് ഹോമിനുണ്ട് നമുക്ക്. വ്യക്തിഹത്യ നല്ലോണം ഉണ്ട്. അത് കാരണം അവര് ഇയാള് സുന്നിയായി എന്നല്ല പറയാ, അല്ലെങ്കിൽ ഇയാള് ആത്മീയവാദിയായി എന്നല്ല പറയാ. ഇയാള് ആള് ശരിയല്ല, നിങ്ങളെ വർത്താനം ശരിയല്ല. നിങ്ങളെ സംഗീന്ന് വിളിച്ചിട്ടുണ്ടോ ആരെങ്കിലും? സംഗീത ഇഷ്ടമുള്ള ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. നിങ്ങള് സംഖ്യോ? എന്നെ സംഗീത വിളിച്ച ആൾക്കാരുണ്ട്. പ്രണാമം. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സംഗീതം വിളിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഹിന്ദു സഹോദരൻ, നമ്മളെ ഈ സഹോദര മതങ്ങളിൽപ്പെട്ടാണ് ഈ ഹിന്ദുവും അതുപോലെ തന്നെ ക്രിസ്തു മതവും ബുദ്ധമതവും ജൈനമതവും ഇതൊക്കെ ഈ ലോകത്ത് ഉണ്ടാവേണ്ടതാണ്, ഉണ്ടായിട്ടുണ്ട്. ഇതിനോടൊന്നും യാതൊരു സഹിഷ്ണുതയും ഇല്ലാത്ത ഒരു പ്രത്യേകമായി അവിടുന്ന് ഇറക്കുമതി സൗദിയിൽ നിന്നും ഈ പെട്രോ ഡോളർ, അതായത് ഈ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയപ്പോഴേ ഗൾഫിൽ കയറിപ്പോയ കുറെ ജന്തുക്കളുണ്ട്. ജന്തുക്കളും എല്ലാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഈ ടീമിനെ ഞാൻ പറയുന്നത്. മനസ്സിലായി. അവരവിടെ നിന്ന് പൈസ മാത്രമല്ല കൊണ്ടുവന്നത്, ഈ തീവ്രവാദ ഇസ്ലാം കൂടി കൊണ്ടുവന്നവര്. അതേസമയം ഇവിടെ പണ്ട് ഈ ചേരമാൻ പെരുമാൾ മുഖേന ഒരു ഇസ്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. അത് എത്തിയിട്ട് നൂറ്റാണ്ടുകളോളം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഒരു സ്പർദ്ധ ഉണ്ടായിട്ടില്ല, ഒരു വർഗീയത ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അല്ല, നമ്മള് മാപ്പിള ലഹളയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ മാപ്പിളൊക്കെ എന്തുണ്ടായത് 19ാം നൂറ്റാണ്ടിലല്ലേ? ഞാൻ 19ാം നൂറ്റാണ്ട് ഞാൻ പറഞ്ഞുതരാ. വഹാബിസം ഇവിടെ എന്ന് എത്തി നിങ്ങൾ പറയാം. അതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. അല്ല, വഹാബിസം ഈ സൗദി അറേബ്യയിൽ ഇറങ്ങിയിട്ട് 250-275 കൊല്ലായി കേട്ടോ. അതേസമയം ഇന്ത്യയിലേക്ക് ഇത് വരുന്നത് 1910 ശേഷമാണ്. ഇന്ത്യയിലേക്ക് ഇതിന്റെ വെളിച്ചം കണ്ടു തുടങ്ങിയത്. കണക്കടാണ്. ഇവിടെ ഞാൻ പറഞ്ഞ RSS ഉണ്ടായതെന്നാ. RSS റിയാക്ഷൻ ആയിരുന്നു അവരെ. RSS എങ്ങനെ ഉണ്ടായത് അതൊന്ന് പറഞ്ഞു. റിയാക്ഷൻ ആണ്. സർവർക്കർ എഴുതിയ കാര്യങ്ങളൊക്കെ പോട്ടെ. ഇത്
ഒരു ന്യൂട്ടന്റെ തിയറി പറഞ്ഞ പോലെ when there is an action there is an opposite reaction. അതേസമയം എന്തുകൊണ്ട് അതിന് മുമ്പുണ്ടായില്ല RSS? എന്തുകൊണ്ട് അതിന് മുമ്പ് തീവ്രവാദം ഇവിടെ വന്നില്ല? എന്തുകൊണ്ട് ഇവിടെ ചേരമൻ പെരുമാള് അവരെ റെപ്രസെന്റേറ്റീവ്സിനെ അയച്ചപ്പോ ഇവിടുത്തെ ഈ ചേരമൻ പള്ളി ഒരു മുസ്ലിങ്ങൾക്ക് ആരാധിക്കാനായി വിട്ടുകൊടുത്തു? എന്താ അവർക്ക് വർഗീയത ഉണ്ടായില്ല? അത് തിരിച്ചായിരുന്നെങ്കിൽ ഇന്ന് ഈ വഹാബി ആയിരുന്നു ഇവിടെ അന്നത്തെ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വരെ ഇവിടെ വഹാബിയിലായിരുന്നു കൂട്ടിക്കോ. കുറച്ച് ഹിന്ദുക്കൾ ഏതെങ്കിലും നാട്ടിൽ നിന്ന് വന്നിട്ട് ഞങ്ങളുടെ ഒരു പുതിയ മതമായിട്ട് വരുമ്പോൾ കടത്തുന്നുണ്ട്. കടത്തൂല. പക്ഷെ അതാണ് ഹിന്ദുമതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശാല സത്യത്തിൽ ഹിന്ദുമതം മതമേ അല്ല. അതൊരു ഒരുപാട് മൂല്യങ്ങളുടെ ഒരുപാട് എന്താ പറയാ ഈ സനാതന ധർമ്മങ്ങളുടെ ഒരു സമുച്ചയം, പല ആളുകളും പല രീതിയിലും അത് ആരാധിക്കും. ഏതൊരു ആത്മീയതയും ഏതൊരു സ്പിരിച്വാലിറ്റിയും എന്താ പറയാ മറ്റേ വളരെയധികം സ്വീകരിക്കുന്ന നല്ല ആൾക്ക് സ്വീകരിക്കുന്ന ഒരു മതം, ഒരു സംസ്കാരമായിരുന്നു ഹിന്ദുമതം. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഈ കണ്ട മതങ്ങൾക്കൊക്കെ ഇവിടെ വന്നിട്ട് വളരാനും പന്തലിക്കാനൊക്കെ സാഹചര്യം. ഇതൊക്കെ പറഞ്ഞതിന്റെ പേരിലാണ് അപ്പൊ നിങ്ങൾ വെറുതെ അല്ല നിങ്ങളെ സംഖ്യയാക്കിയത് നാട്ടുകാര്? എന്നെ സംഖ്യയാക്കിയിട്ടൊന്നും കാര്യമില്ല. ഞാൻ പറഞ്ഞ ചരിത്ര സത്യങ്ങളാ. അതിന് സംഖ്യ ആക്കിയിട്ടും ആക്കാണ്ടിരുന്നൊരു കാര്യമൊന്നുമില്ല. പിന്നെ വേറെ കാര്യം, ഇപ്പൊ നിങ്ങളോട് എനിക്ക് അസൂയ തോന്നുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ആത്മീയത കൊണ്ട് നടക്കുന്ന ഒരു വിശ്വാസി ആയിരിക്കും ഇതൊക്കെ വിളിച്ച് പറയുമ്പോഴും നിങ്ങൾക്ക് അത് പറയാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മളിപ്പോ എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ പറഞ്ഞ സാധനമാണ് ഞാനും പറയാറുള്ളത്. പക്ഷെ നമ്മളിപ്പോ സംഘി ഫണ്ട്, പിന്തുണ, പിന്നെന്താ മറ്റേ സ്വീകരിച്ചു, പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ആരോപണങ്ങൾ നേരിടുന്നതെന്ന് വല്ല പിടിയുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന കാര്യം എൻ്റെ എക്സ് മുസ്ലിങ്ങൾ കേട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോവാണ്. സത്യം, നിങ്ങളുടെ ആ ഒരു പ്രിവിലേജ് സത്യത്തിൽ ഞാൻ മിസ് ചെയ്യുന്നു. ഒരു മുസ്ലിമിന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പിന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഒരു എളുപ്പെടുക്കലാണ്. കാരണം നിങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പേര് കിട്ടണം, നിങ്ങൾക്ക് കുറച്ച് റേറ്റിംഗ് കിട്ടണം, നിങ്ങൾക്ക് കുറച്ച് എന്താ പറയാ അമ്മച്ചിയാണ് പ്രാധാന്യം കിട്ടണം. ഇതൊക്കെ നിങ്ങളുടെ എല്ലാ വോയിസിലും വളരെ എന്താ പറയാ വളരെ അതങ്ങനെയല്ല ഷാവുൽ ഭായ്. നിങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, എന്റെ ഒരു ചരിത്രം നിങ്ങൾ എടുത്ത് നോക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ വന്നപ്പോൾ നിങ്ങൾ അറിഞ്ഞു. ഓക്കെ, ഞാൻ കോളേജിൽ പഠിച്ചിരുന്നപ്പോ അന്ന് യൂട്യൂബ് ഒന്നും ഇല്ലല്ലോ. കോളേജിൽ നമ്മൾ താരമായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴും അവിടെ യൂട്യൂബ് ഉണ്ടായിട്ടാണോ? അല്ല. അപ്പൊ നമ്മൾ എവിടെ ചെന്നാലും നമ്മളവിടെ പെർഫോം ചെയ്യാണ്. അതല്ലേ പ്രശ്നം. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈക്വലി എല്ലാ മതത്തിലത്തെയും എല്ലാ മോശത്തരങ്ങളെയും നിങ്ങൾ ഒരേപോലെ എടുത്ത് കാണിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ടാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞില്ലേ? ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള, നമുക്ക് ഏറ്റവും കൂടുതൽ അഡ്രസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാധനത്തെ കുറിച്ചല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ലോകത്ത് എന്തെല്ലാം വിഷയങ്ങളുണ്ട്, നൂറുകണക്കിന് ആയിരക്കണക്കിന് വിഷയം, എല്ലാം നമുക്ക് ഇപ്പൊ എടുത്ത് പറയാൻ പറ്റുമോ? നമ്മൾ ഒരെണ്ണത്തിൽ ഫോക്കസ് ചെയ്യുക, അതല്ല അതിന്റെ രീതി. അതിന്റെ ആവശ്യമില്ല. നിങ്ങളിപ്പോ ഒരു കാർഡിയാക് സർജന്റെ അടുത്ത് പോയി നിങ്ങൾ എന്തുകൊണ്ട് മനുഷ്യ ശരീരത്തിൽ ഇത്ര മാത്രം സാധനങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് ഈ ബ്രെയിനിനെ വെറുതെ വിട്ടു എന്ന് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? അത് ഇരട്ടത്താപ്പാണ്. അതല്ല ഞാൻ പറഞ്ഞുതരാം. ആരിഫ് ഹുസൈൻ എന്നുള്ള പേരിനെയാണ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അല്ല, എന്തിന് നിങ്ങൾ അങ്ങനത്തെ ഒരു പേരുള്ള ആളാണ്. നമ്മൾ നേരിട്ട വിഷയങ്ങളും നമ്മൾ നേരിട്ട വിഷയങ്ങളും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളും എനിക്ക് അറിയുന്ന കാര്യങ്ങൾ, ഇതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങളെ പേര് ഇപ്പൊ ഡോക്ടർ ഗോപാലെന്നോ ശശികല എന്നൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്ര റേറ്റിംഗ് കിട്ടില്ല. അറിയില്ലല്ലോ, അതല്ലേ പ്രശ്നം. വന്നോണ്ടല്ലേ നമുക്കത് അറിയുന്നത്. നിങ്ങളിപ്പോ എന്താ പറയുന്നത്? നിങ്ങൾക്ക് എന്നാ പോട്ടെ, നിങ്ങളിപ്പോ ഇപ്പൊ എന്റെ പേര് അറബി പേരായതല്ലേ നിങ്ങളുടെ പ്രശ്നം? അല്ല, ഞാൻ പറഞ്ഞുതരാം, ബാക്കി പറയട്ടെ. ഓക്കെ, ഇതേപോലെ എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഈ ഇന്തോനേഷ്യയിലുണ്ട്, മലേഷ്യയിലുണ്ട്. അവരും ഇതേ പണിയാണ്. പക്ഷെ അവരുടെ പേരൊന്നും അറബി പേരല്ല, അവരുടെ പേര് മലയ ഭാഷയിലാണുള്ളത്. അവിടെ എങ്ങനെ ബഹുഭൂരിപക്ഷം വരുന്ന മറ്റൊരു മതക്കാർ ഇന്ത്യയിലത്തെ പോലെ അവിടെ ഇല്ലല്ലോ. അവിടെ ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെന്നേ. അപ്പൊ അവരോടും പറയുന്നത് ഇതൊക്കെ എന്ത് തൊടു ന്യായമാണ്? നിങ്ങൾ ഒന്നിൽ ഇത്രയും ലോജിക്കലായിട്ട് സംസാരിക്കണം. ഈ പേരിന്റെ കാര്യം, അറബി പേരിന്റെ പേരിലാണ് ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തോ അറബി പേരിന്റെ പേരിലല്ല. അല്ല, നിങ്ങളൊരു മുസ്ലിമായി ജനിച്ചു, നിങ്ങളെ പറ്റിയിട്ട് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ എന്തോ അറബി പണ്ഡിതനെന്നാണ്. അങ്ങനെ തെറ്റിദ്ധാരണയൊന്നും അവിടെ ഇല്ല. ഒരു തെറ്റിദ്ധാരണയില്ല. അതൊക്കെ നിങ്ങൾ പല കാര്യങ്ങളും ഇപ്പൊ അവിടെ ഇവിടെ പറഞ്ഞതിൽപ്പെട്ട ഒരു കാര്യം, അത്രേ ഉള്ളൂ. എനിക്ക് വൺ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് എന്താണ്, ഡു യു നോ വാട്ട് ഈസ് എ പർപ്പസ് ഓഫ് എനി സ്പിരിച്വാലിറ്റി? ഞാൻ സ്പിരിച്വാലിറ്റി കൊണ്ടുനടക്കുന്ന ആളല്ല. ഞാനും
ഞാനും കൊണ്ട് നടക്കുന്നില്ല എന്ന് നിങ്ങൾ കൂട്ടിക്കോ. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു കാപട്യാണത്. നിങ്ങൾ മതത്തിന് പേരിടാതെ കൊണ്ടു നടക്കുന്ന കുറെ കൂട്ടം വിശ്വാസങ്ങൾ, അത്രേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയണത്, ഞാൻ സ്പിരിച്വാലിറ്റി കൊണ്ട് നടക്കുന്നുണ്ടോ ഇല്ലെന്നുള്ള എല്ലായിടത്തും വിഷയം. ഞാൻ നിങ്ങൾ കൊണ്ട് നടന്നല്ല പറഞ്ഞേ, ആരും കൊണ്ട് നടന്നു. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിടാത്ത ഒരു മതം, അത്രേ ഉള്ളൂ. ഓക്കെ, അത് എന്താണെന്ന് അറിയോ? എന്താണ് അതിന്റെ പർപ്പസ് എന്ന് അറിയോ? ഇനി ഞാൻ മനസ്സിലാക്കിയുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഹിന്ദു മതത്തിൽ പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്, അതായത് ജഗത് മിഥ്യ, മറ്റേ ബ്രഹ്മസത്യ. ഇതാണ് ഹിന്ദുമതത്തിന്റെ ഒരു ഏകദേശം ഒരു അടിസ്ഥാനം. ഞാൻ എല്ലാം പഠിച്ചിട്ടല്ല പറയുന്നത്, കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പറയുന്നത്. ഇതിന്റെ അപ്പുറമൊക്കെ ഉണ്ടാവും പലതും. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്രഹ്മസത്യം അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു സത്യമാണ് സത്യം. അതല്ലാതെ നമ്മള് പുറത്ത് കാണുന്നതെല്ലാം മിഥ്യയാണ്, മായയാണെന്നാണ് ഹിന്ദുമത വിശ്വാസം. അദ്വൈതം എന്ന് പറയുന്ന സംഭവത്താണ്. ദ്വൈതമല്ലാത്തത് ട്രാൻസാക്ഷണൽ വേൾഡിലേക്ക് നമ്മൾ വരുമ്പോഴാണ് അവിടെ ദൈവവും പിന്നെ സൃഷ്ടികളൊക്കെ ഉണ്ടാവുന്നത്. ഈ ഹിന്ദുമതത്തിലത്തെ ഈ നോൺ ഡുവലിസത്തിലേക്ക് പോകുമ്പോ അവിടെ എന്തില്ല, ദൈവം സൃഷ്ടി എന്ന് പറയുന്ന സംഭവമല്ല. ഇവിടെ ആകെ ഒന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? എന്നാൽ ഇതേ നിങ്ങൾക്ക് ആശയം വലിയ ഇഷ്ടമാണോ അങ്ങനെയുള്ള? എനിക്ക് ഇഷ്ടമാണോ അല്ലെന്നുള്ളൊരു ഉപരി അതിനൊരു ബ്യൂട്ടി ഉണ്ട്. അതിനൊരു ബ്യൂട്ടി, ആ ബ്യൂട്ടി ഞാൻ ആസ്വദിക്കുന്ന ആളാണ്. അതേപോലെ തന്നെ ബുദ്ധമതത്തിൽ നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും ഇതേ സംഭവം തന്നെ പറയുന്നത്. ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അവർ തമ്മിൽ ചില ഡിബേറ്റുകളുണ്ട്. അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ആശയങ്ങൾ കാണുകയും അതിനോട് നിങ്ങൾക്ക് ആകർഷത തോന്നുന്നതും നിങ്ങൾ അത് എടുക്കാതിരിക്കുക, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. അത് നിങ്ങളുടെ ഫ്രീഡം ആണ്. ഓക്കെ, നമ്മൾ ഈ മതവിമർശനം ഇവിടെ എടുക്കുന്നതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മതങ്ങളെ വിമർശിക്കാനേ പറ്റുള്ളൂ. സത്യത്തില് മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്നാ വരുന്നത്? ആത്മീയതയുടെ അതിന് മതമായി, അത്രേ ഉള്ളൂ. ഓക്കെ, അല്ലല്ല, അങ്ങനല്ല. അങ്ങനെയാണ് നിങ്ങൾ എത്രയൊക്കെ ഡിഫൈൻ ചെയ്ത് അവസാനം വരുമ്പോ ഒരു പേരിട്ട ഒരു ആത്മീയത, അത്രേ ഉള്ളൂ. അങ്ങനൊന്നുമില്ല. ആത്മീയത എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഈ ദൈവം ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, ഉണ്ട് എന്ന് പറയുന്ന വേടന ദൈവത്തിനെ തമ്മിൽ ഇത്രയും തെറ്റാണ്. കാരണം ഒരു സംഗതി ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഉണ്ട് എന്ന് മലയാളത്തിലെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ, ഒരു കാര്യം ഉണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങൾ, 3 സംഗതികൾ ഒത്തു വരേണ്ടതുണ്ട്. അതിനൊരു ടൈം ഉണ്ടാവണം, സ്പേസ് ഉണ്ടാവണം, ഒബ്ജക്ടിവിറ്റി ഉണ്ടാവണം. ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. നമ്മളുടെ ഇനിയുള്ള കോളുകളിൽ ചിലപ്പോൾ നിങ്ങളെ ഞാൻ വിളിക്കും. അപ്പൊ നിങ്ങൾ വേറെ ആളുമായിട്ട് ബന്ധപ്പെട്ട കോളാവുമ്പോഴേ നിങ്ങളൊരു അരമണിക്കൂർ മുന്നേ എനിക്കൊരു ഇന്റിമേഷൻ തരണം. കാരണം എനിക്കൊന്നും പറയുന്നില്ല, അങ്ങനെ പറ്റുകയാണെങ്കിൽ പറയാം. ഓക്കെ, അല്ല, ഐ വിൽ ട്രൈ എനി ടൈം, യു ക്യാൻ കോൾ മീ. എപ്പോഴും തിരക്കുള്ള ആളാണോ? എന്താ ജോലി? ഇപ്പൊ നമ്മള് യാത്രയിലാണെങ്കിൽ ആ ശബ്ദങ്ങൾ ഇല്ലാതിരിക്കാൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് സംസാരിക്കാം. അവിടെ ഞാൻ ചോദിക്കുന്നു. ഓക്കെ, നമ്മൾ സംസാരിച്ചോളാം, നന്ദി. പക്ഷെ നിങ്ങൾ ഇപ്പോഴും ഞാൻ പറയാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, നിങ്ങളെ ചില കാര്യങ്ങൾ എനിക്ക് ചില വിഷയങ്ങളിലൊക്കെ നിങ്ങളോട് വളരെ വിയോജിപ്പുണ്ട്. നിങ്ങൾ കുറെ കൂടി മാന്യമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വർത്തിക്കണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അത് നിങ്ങൾ നല്ല നിലക്ക് സ്വീകരിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ മോശമായിട്ട് ഇങ്ങനെ ഒരു മതത്തിനെ, ഒരു വിഭാഗം ആളുകളെ, അവരുടെ എന്ത് വിശ്വാസം എങ്ങനെ ആവട്ടെ, അതിനെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരം കൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. നമുക്ക് അല്ലാതെ തന്നെ സംസാരിക്കാലോ. നിങ്ങളിപ്പോ ഇവല്യൂഷൻ തിയറി ഉണ്ടല്ലോ, ഇവല്യൂഷൻ തിയറിയിൽ ആണല്ലോ നിങ്ങളുടെ അടിസ്ഥാനം, നിങ്ങളുടെ ദൈവം അതാണല്ലോ, അല്ലെ? അപ്പൊ ഇവല്യൂഷൻ തിയറിയിൽ എന്തെല്ലാം തെറ്റുകളുണ്ട് അല്ലെ? എന്താ തെറ്റ്? ഒരുപാട് തെറ്റുകളുണ്ട്. എന്തെല്ലാം തെറ്റുണ്ട്? ഇവല്യൂഷൻ തിയറിയിൽ ഡാർവിൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തെന്ന് നാച്ചുറൽ സെലക്ഷൻ. അത് കണ്ണിനെ പറ്റി പറഞ്ഞപ്പോ എന്താ പറയുക, അത് ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി ഈ പ്രപഞ്ചത്തിലുണ്ട്. ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി. എവല്യൂഷൻ തിയറിയിൽ ഇന്ന് നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള എവല്യൂഷൻ തിയറിയിൽ എന്താ തെറ്റ്? എവല്യൂഷൻ തിയറിയുടെ എല്ലാ കാര്യങ്ങളിലും അതിന് എവിഡൻസ് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. എവിഡൻസ് ഇല്ല. നിങ്ങൾ എവിഡൻസ് വിശ്വസിക്കാൻ പാടില്ല. നിങ്ങൾ അവിടെ ഹൈപ്പോത്തസിസ് എന്നാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഏത് ഭാഗത്താണ്? അതാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, എന്തൊരു കാര്യത്തിൽ നിങ്ങൾ റെഡ്യൂസ് ചെയ്ത് നാച്ചുറൽ സെലക്ഷനിലേക്ക് എത്തിക്കാനുള്ളത്. നിങ്ങൾ തെറ്റുള്ള ഭാഗം ഏതാന്ന് പറയും. തെറ്റുള്ള പറഞ്ഞുതരാം. ഇപ്പൊ കണ്ണിനെ പറ്റി ചാൾസ് ഡാർവിൻ തന്നെ പറഞ്ഞിട്ടുള്ളത് നാച്ചുറൽ സെലക്ഷൻ എല്ലാ കാര്യത്തിലും എടുക്കുന്നത്. അല്ല, ഞാൻ ചാൾസ് ഡാർവിൻ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഈ അദ്ദേഹത്തിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയത് അത് അവിടെ വെക്കുക. അത് അതിന്റെ ഒരു എന്താ പറയുക, ഒരാള് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഡാർവിൻ പറഞ്ഞത് മുഴുവൻ. എന്നാ വേറൊരു കാര്യം പറഞ്ഞു, ഈ നാച്ചുറൽ സെലക്ഷൻ തന്നെ ഒരു സ്പീഷീസിന്റെ ഉള്ളിൽ നടക്കുന്ന
മാറ്റങ്ങളെ പറ്റി മാത്രമേ വിശദീകരിക്കുന്നുള്ളൂ. അതേസമയം ഇത്രയും ഒരുപാട് സ്പീഷീസ്, ഒരു സ്പീഷീസിൽ നിന്ന് വേറെ സ്പീഷീസിൽ വരുന്ന വേരിയേഷൻ ഉണ്ടല്ലോ, അതിനെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇവല്യൂഷൻ തിയറി ഇന്ന് വരെ തെളിയിച്ചിട്ടില്ല. ഒരു സ്പീഷീസ് സെയിം സ്പീഷീസ് നിലനിൽക്കുന്നത് ഏത് നിലനിൽക്കുന്നത് പിന്നെ എങ്ങനെയാ ഇവിടെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള എല്ലാ ഇവല്യൂഷൻ തിയറിയിലെ എല്ലാ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലോ, വെറുതെ പറഞ്ഞാൽ പോരല്ലോ. അപ്പൊ നിങ്ങളുടെ പ്രശ്നം തെളിവില്ല എന്നുള്ളതാണോ അതോ എക്സ്പ്ലനേഷൻ തെറ്റ് എന്നുള്ളതാണോ? തെളിവില്ല, ഫോസിലിന്റെ വേണ്ടത്ര തെളിവുകൾ പോയിട്ട് ഒരുപാട് മിസ്സിംഗ് കോമ്പോണൻസ് ഉണ്ട് ഇതിൽ. മിസ്സിംഗ് കോമ്പോണൻസ് അവിടെ നിങ്ങളും മതവിശ്വാസികളെ പോലെ ഹൈപ്പോത്തറ്റിക്കൽ തിയറികളാണ് ഉപയോഗിക്കുന്നത്. അത് നിങ്ങളെ തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ എവല്യൂഷനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പമാണ്. ഇന്ന് എവല്യൂഷൻ തിയറി ഒരു ഫോസിൽ പോലും ഇല്ലെങ്കിലും അതിനെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിന്റെ എന്താണ് മോളിക്കുലർ ബയോളജി വെച്ചും അതുപോലെ തന്നെ ഈ പ്രോബ്ലത്തിന് ജനറ്റിക്സ് വെച്ചും അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, ഈ ഒരു പ്രോബ്ലത്തിന് നിങ്ങൾ അടുത്ത കോളിൽ നിങ്ങൾ സോൾവ് ചെയ്ത് വന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. നാച്ചുറൽ ഒരു കാര്യം ചെയ്തോളൂ. നിങ്ങൾ ഈ പറയുന്ന നമ്മളെ പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ടല്ലോ, ഈ എവല്യൂഷൻ സംബന്ധിച്ചിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ നിരന്തരം നമ്മൾ നടത്തുന്നതാണ്. അപ്പൊ അതിൽ നിങ്ങൾ നേരിട്ട് വന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഇതിൽ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. കാരണം എന്താ അറിയോ, എനിക്ക് ഇവല്യൂഷൻ തിയറി ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ട്. എനിക്ക് ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം അറിയോ, എനിക്ക് കിട്ടിയ അറിവും കാര്യങ്ങളും, ഞാൻ ഒരുപാട് അറിവുള്ള ആളല്ല എങ്കിൽ പോലും എനിക്ക് കിട്ടിയ അറിവുകളുടെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ അന്ധമായി വിശ്വസിക്കേണ്ടി വരും ഞാൻ. ഇത് തെളിവുകളുടെ കാര്യത്തിൽ മാത്രമേ പറയുള്ളൂ. ഡാർവിൻ പറഞ്ഞ കാര്യത്തിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഡാർവിൻ പറഞ്ഞ ആ പ്രോബ്ലംസ് ഒന്നും സോൾവ് ആയിട്ടില്ല. ഏത് പ്രോബ്ലം മുന്നോട്ട് പോയിട്ടുണ്ടാവും. ഒരുപാട് പ്രശ്നങ്ങൾ. ഏത് പ്രോബ്ലം? ഈ കണ്ണിനെ കുറിച്ച് പറഞ്ഞത്, കണ്ണിന്റെ കോംപ്ലക്സ് എന്താണ് അതിൽ പ്രശ്നം? അതിൽ പറയുന്നത് അന്വേഷിക്കൂ. അങ്ങനെ ഒരു കോംപ്ലക്സിറ്റിയിൽ അങ്ങനെ തട്ടിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്ക് അന്വേഷിക്കാം. ഇപ്പൊ നമ്മളെല്ലാം പോയിട്ട് ഒരു കോളിൽ നമുക്ക് സോൾവ് ചെയ്യണം നിർബന്ധമില്ല. അല്ല, അത് അങ്ങനെ തട്ടിമുട്ടി നിൽക്കുന്നില്ല. നിങ്ങൾ അന്വേഷിച്ചോളൂ. ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ടു കൺക്ലൂഡ്, ഈ ഇവല്യൂഷൻ തിയറി പോലും പലയിടത്തും ഹൈപ്പോത്തറ്റിക്കൽ തിയറികളാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ അല്ല, എല്ലാം എവിഡൻസ് ബേസ്ഡ് ആണ്. നിങ്ങൾ എവിഡൻസ് ബേസ്ഡ് ആണ്. നിങ്ങൾക്ക് അങ്ങനെ 100% എല്ലാം എവിഡൻസ് ബേസ്ഡ് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് പേഴ്സണലി തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഞാൻ ഇനി അടുത്ത കോളിൽ ഇതിന്റെ കുറച്ച് ചോദ്യങ്ങളായിട്ട് വരുമ്പോ അതിന് മറുപടി നിങ്ങൾ, കാരണം നമുക്ക് ഇങ്ങോട്ട് മാത്രം ചോദിച്ചാൽ പോരല്ലോ. അതെ, തീർച്ചയായിട്ടും. ദൈവത്തിനെ ഞാനിപ്പോ ദൈവവിശ്വാസിയായിട്ട് ഞാൻ ഇത്രയും കാലം ദൈവത്തിനെ കണ്ടിട്ടൊന്നുമില്ല. മനസ്സിലായി? നമുക്ക് അതിനു വേണ്ടി മാത്രം ഒരു ദിവസം സ്പെൻഡ് ചെയ്യാം. ഓക്കെ. ദൈവത്തിനെ കാണാൻ ഒരിക്കലും പറ്റില്ല. അത് പറ്റില്ല. അതെ. കണ്ടാ പിന്നെ ദൈവമല്ല. ഏതായാലും നിങ്ങൾ വളരെ വലിയൊരു മാതൃകയാണ്. ഏതായാലും ഈ പറയുന്ന നിങ്ങളെ പൊക്കി പറയല്ല, നിങ്ങളൊരു മാതൃകയാണ്. നിങ്ങൾ മറ്റു വിശ്വാസികൾ ഇദ്ദേഹത്തെ പോലുള്ള ആളുകളെ കണ്ട് ശീലിക്കുക എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഈ അന്ധമായിട്ടൊരു കാര്യത്തിന് പിന്നാലെ പോകാതെ നിങ്ങൾ അന്വേഷിക്കുക. അതാണ് നമ്മൾ ഇതിനകത്ത് മാതൃകയായിട്ട് എടുക്കേണ്ടത്. പിന്നെ അത് മാത്രമല്ല, നമ്മളൊരു മതത്തിന്റെ വക്താവാണെങ്കിൽ അത് വേറൊരാളെ അലോസരപ്പെടുത്തേണ്ട ഒരു യാതൊരു ആവശ്യമില്ല. നിങ്ങളൊരു മതത്തിന്റെ വക്താവ് അല്ലെങ്കിലും നിങ്ങൾ വേറൊരാളെ അലോസരപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് ബെയർ മിനിമം മാനേഴ്സിൽ പെട്ടാണ്. അതാണ് ഇപ്പൊ നമ്മൾ ഈ ഓണം ആഘോഷിക്കരുത് എന്നൊക്കെ പറയുന്ന ടീമിനോടാണ് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞത്. ഈ ഓണം ആഘോഷിക്കാണ്ടിരിക്കലും വല്ല വിഷയം. ഞാൻ ആ ഓണം ആഘോഷിക്കാറുണ്ട് പേഴ്സണലി. അല്ല, ആഘോഷിക്കരുത് എന്ന് പറയുന്ന ആളുകളോടാണ് പറഞ്ഞതെന്നാ ഞാൻ ചോദിച്ചത്. അതെ ഞാൻ പറയുന്നത്, ഒരു 120 കൊല്ലം മുമ്പ് ഈ പ്രശ്നമല്ല ഇവിടെ ഇന്ത്യയിൽ, ഈ പ്രശ്നമല്ല കേരളത്തിൽ, ഈ പ്രശ്നം അതാണ്. പിന്നീട് ഇത് ഇമ്പോർട്ട് ചെയ്യപ്പെട്ട സാധനമാണത്. ഇത് നമ്മൾ കുറെ ടൈപ്പ് റെക്കോർഡും അതുപോലെ തന്നെ VCR TV ഒക്കെ ഇമ്പോർട്ട് ചെയ്ത് അതിന്റെ കൂട്ടത്തിൽ വന്ന സാധനമാണത്. അതുവരെ ഈ പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പൊ എവിടെയായിരുന്നു? അപ്പൊ നമ്മൾ കാടടച്ച് വെടിവെക്കല്ലേ വേണ്ടിയത്? നമ്മൾ വീട്ടിൽ എലിയോ മറ്റേ വീട് പൊളിച്ചു ചൂടാറില്ലല്ലോ. എലിയെ പേടിച്ച് എല്ലാം ചൂടാറില്ല. എല്ലാം ചൂടരുത്. അപ്പൊ അത്രയും നമുക്ക് പറയാനുള്ളൂ. അതായത് ഇവിടെ നല്ല സംഗതികൾ നിലനിൽക്കണം. തീർച്ചയായിട്ടും മനുഷ്യർക്ക് സമാധാനം കിട്ടുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ നല്ലൊരു മാതൃകയാണ്. ഉസ്വത്തുൽ ഹസന ശരിക്കും നിങ്ങളാണ്. ഉസ്വത്തുൽ ഹസന പറഞ്ഞാൽ നിങ്ങൾ ഈ കുറച്ച് വഹാബികൾ പറഞ്ഞ കാര്യം പറഞ്ഞ് നടക്കുന്നതിൽ ഒരു അർത്ഥമല്ല. അങ്ങനെ പറയല്ലേ. അപ്പടിയൊന്നും ചൊല്ലക്കൂടാതെ നിങ്ങൾ കുറച്ചും കൂടി നിങ്ങൾ ആസ് എ ബ്രദർ ഐ ആം അഡ്വൈസിങ് യു ഹാവ് ടു കീപ് ലിറ്റിൽ മോർ മാനേഴ്സ് when you are appearing in social consider. Okay thank you. See you. Bye. കൊള്ളാം, മെടുക്കാൻ. ഈ ആളുകൾ കുറെ മുൻവിധിയോടുകൂടിയാണ് നമ്മൾ വിളിക്കുന്നതെന്നുള്ളതിൻ്റെയും കൂടിയാണ് ഇവിടെ കണ്ടത്. നമ്മൾ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ വിശ്വാസിയാണോ എന്ന് ചോദിക്കുമ്പോൾ ചില ആളുകൾ പെട്ടെന്ന് ട്രിഗർ ആവുകയാണ്. അതാണ് കണ്ടത്. പിന്നെ നമ്മളുടെ ആ ഒരു കാര്യം മനസ്സിലായപ്പോൾ മാറി. ഏതായാലും ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത്
അൺസബ്സ്ക്രൈബ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ പറയുന്ന മണ്ടത്തരങ്ങൾ നിങ്ങൾ കേട്ട് അത് തിരുത്താൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരിക, കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ അതുകൂടാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള ഓപ്ഷൻസ് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തത് നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ ഇതൊക്കെ കേട്ടിട്ട് ഇതേപോലെയൊക്കെ സംസാരിക്കാൻ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക. നമുക്ക് സമയമുള്ളപ്പോൾ നമ്മൾ തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് സംസാരിക്കാം. എന്താണെങ്കിലും ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഈ ഒരു പരിപാടി പദ്ധതി എന്ന് പറയുന്നത്. സോ ദാറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. അത് നല്ലൊരു ദിവസമാക്കി മാറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. ഒരു സന്തോഷം. അപ്പോൾ ആ വിളിച്ച ഷാഹുലിന് വലിയൊരു നന്ദി നമ്മളിവിടെ രേഖപ്പെടുത്തുകയാണ്.